സൂറത്തുൽ കഹ്ഫിലൂടെ അള്ളാഹുവിന്റെ ഹബീബിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 7 ഗുഹാവാസികളുടെ ചരിത്രം അതിൽ അള്ളാഹു പറഞ്ഞു. 4 ചരിത്രമാണ് സൂറത്തുൽ കഹ്ഫിന്റെ ആകത്തുക. 4 പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങളാണുള്ളത്. ഒന്ന്, ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റാതെ വന്ന ഒരു നാട്ടിൽ നിന്ന് ദീനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹം തോന്നി, കൊതിയൂറി, ഇനി ഒരിക്കലും ഇവിടെ നിന്നാൽ അത് സാധ്യമല്ല എന്ന് ഉറപ്പായപ്പോ ആ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്ത 7 യുവാക്കളുടെ ചരിത്രമാണ്. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം, അവര് യുവാക്കളായിരുന്നു എന്ന് ഖുർആൻ പറയുന്നു. ഫിത്യ, അതിനർത്ഥം എന്താ? അസുഖം വന്ന പ്രായമുള്ളവരല്ലായിരുന്നു ഇത് പെണ്ണുങ്ങളുമായിരുന്നില്ല, പ്രായം ചെന്ന ആളുകളുമല്ല. ഫിത്യ എന്നൊക്കെ പറഞ്ഞ ടീനേജ് കഴിഞ്ഞ് അല്ലെങ്കിൽ ടീനേജ് അടക്കമുള്ള ആ ഒരു കാലഘട്ടമാണ്. ഒരു 15-ന്റെയും 25-ന്റെയും ഇടയിലുള്ള ആ ഒരു യൗവനത്തിന്റെ ഏറ്റവും നല്ല കരുത്തുള്ള സമയം, ഫുതുവ് എന്നൊക്കെ പറയുന്ന സമയം. ആ സമയത്തുള്ള ആളുകളാണ് 7 യുവാക്കൾ. അവരുടെ ചരിത്രമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അള്ളാഹുവിന് വേണ്ടി, പടച്ചവനെ ആരാധിക്കാൻ വേണ്ടി സാധിക്കാതെ വന്നപ്പോ അത് സാധ്യമാകുന്ന ഒരു നാട്ടിലേക്ക് പലായനം ചെയ്ത് ഓടിപ്പോയ യുവാക്കളുടെ ചരിത്രം. മറ്റൊന്ന്, അസ്ഹാബുൽ ജന്ന, 2 തോട്ടങ്ങൾ നൽകപ്പെട്ടിരുന്ന ഒരു മുതലാളിയുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ തോട്ടത്തിലേക്ക് കയറി ചെന്നപ്പോ, നീ എന്റെ മാഷാ അല്ലാഹ്, അള്ളാഹുവേ ഇത് നീയാണ് തന്നത് എന്ന് അള്ളാഹുവിനെ നന്ദി പറയാൻ നീ വിട്ടുപോയല്ലോ, മറന്നുപോയല്ലോ. വലാ തഖൂലന്ന ലിശൈഇൻ എന്ന് പറഞ്ഞതിന്റെ ശേഷം വിശുദ്ധ ഖുർആൻ ഈ ചരിത്രം വിവരിക്കുന്നുണ്ട്. എന്തേ നിങ്ങൾ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയാൻ മറന്നുപോയത്? ഒരു ബിസിനസ് ഉണ്ടാകുമ്പോഴേ അൽഹംദുലില്ലാ ഇതെനിക്ക് അള്ളാഹു തന്നതാണ്, അൽഹംദുലില്ലാ നല്ല കച്ചവടമുണ്ട്, അൽഹംദുലില്ലാ എന്റെ സ്റ്റാഫൊക്കെ വളരെ നല്ല സത്യസന്ധരാണ്, അൽഹംദുലില്ലാ എനിക്ക് ഇത്രയൊക്കെ ലാഭമുണ്ട് എന്ന് അള്ളാഹു തന്നതാണ് എന്ന് ഉദ്ദേശിക്കുകയും ഇത് അള്ളാഹു എപ്പോൾ ഉദ്ദേശിക്കുന്നുവോ അള്ളാഹ് എടുത്തുകൊണ്ടുപോകും എന്ന തോന്നലോടുകൂടെ അള്ളാഹുവിന്റെ ഒരു നിഅമത്തിനോട് സമീപിക്കാവൂ എന്ന് പഠിപ്പിക്കുന്ന ഭാഗമാണത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولولا إذ دخلت جنتك قلت ما شاء الله لا قوة إلا بالله إن ترني أنا أقل منك مالا وولدا. അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിച്ചപ്പോ എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു അനുജനും കിട്ടിയ പൈസ കൊണ്ട് അടിച്ചുപൊളിച്ച് ജീവിച്ചിട്ടും ഒന്നും നഷ്ടപ്പെടാതിരുന്ന ഒരു ജ്യേഷ്ഠനും. ഇതാണ് ആ സംഭവത്തിന്റെ ചരിത്രം. ഇൻഷാ അല്ലാഹ് ആ ഭാഗം വരുമ്പോൾ നമുക്കതിന്റെ വിശദമായ ചരിത്രം പറയാം. മറ നബിയ്യും മിൻ അംബിയാഇല്ലാഹ്, അല്ലാമ ഗസാലി ഇമാം മുകാശഫത്തുൽ ഖുലൂബിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. അള്ളാഹുവിന്റെ നബിമാരിൽപ്പെട്ട ഒരു നബി ഒരു കടൽക്കരയിലൂടെ നടക്കുമ്പോ ഒരു മനുഷ്യനുണ്ട്, ചൂണ്ടെറിയുന്നു, ബിസ്മില്ലാ, ഒരൊറ്റ മീനും കിട്ടുന്നില്ല, വലയില് ഒരൊറ്റ മീനും കിട്ടണില്ല. അബുദാബിയിലൊക്കെ കുറെ 4-5 മണിക്കൂറൊക്കെ ചൂണ്ടിട്ടിട്ട് ഒന്നും കിട്ടാതെ പോരുന്ന എത്രയോ സാധുക്കളുണ്ട് അല്ലെ, മണിക്കൂറുകളോളം ഇരുന്നിട്ട്. വേറെ ഒരാളുടെ അടുത്തുകൂടെ നടന്നുപോയി, അയാൾ പറയുന്നുണ്ട് ബിസ്മി ശൈത്വാൻ, പിശാചിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് എറിയുന്നുണ്ട്. അയാളുടെ വലയിൽ പൊക്കിയെടുക്കാൻ പറ്റാത്തത്ര മീനും. അല്ലാഹുവിന്റെ നബി ചോദിച്ചു, യാ അല്ലാഹ്, അല്ലാഹുവേ നീയാണ് റിസ്ക് കൊടുക്കുന്നത് എന്നെനിക്കറിയാം, നിന്റെ കയ്യിലാണ് നിഅമത്തിന്റെ ഖജനാവുള്ളത് എന്നും അറിയാൻ പടച്ചവനെ. ഈ സാധു നിന്റെ നാമം പറഞ്ഞ് ബിസ്മി ചൊല്ലിയിട്ട് വലയെറിഞ്ഞപ്പോ ഒരു വസ്തുവും അയാൾക്ക് കൊടുക്കാതിരിക്കുകയും നിന്റെ ശത്രുവും മനുഷ്യന്റെ ശത്രുവുമായ പിശാചിന്റെ നാമത്തിൽ ഈ അവിശ്വാസിയായ മനുഷ്യന് വലയെറിഞ്ഞപ്പോ എമ്പാടും നീ കൊടുക്കുകയും ചെയ്യുന്നു. മാസിറു ഹാദാ, ഇതിന്റെ രഹസ്യം എന്താണ് പടച്ചവനെ? പട്ടിപ്പലിശക്ക് കച്ചവടം ചെയ്യുന്ന മനുഷ്യന്മാർ ഇഷ്ടംപോലെ പൈസ, എന്നാതായി ഒരു 5 പൈസ പോലും എനിക്കൊരു ഹറാമിൻ്റെത് വേണ്ടാന്ന് വിചാരിച്ച ഒരു മനുഷ്യന് കച്ചവടം തുടങ്ങിയ ആൾക്ക് നഷ്ടവും ആകെ പൊളിഞ്ഞ് തൂഫാനായി. ഇങ്ങനെ സംഭവിക്കാറില്ലേ?
എന്താണ് ഇതിന്റെ കഥ പടച്ചവനെ? നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാ ഈ ഒരു പരീക്ഷണം? നമ്മൾ ചിന്തിക്കൂല, പടച്ചവനെ ഹജ്ജിന് പോയ ആൾക്കാരല്ലേ, ഹജ്ജിന്റെ ഹറമിലെ മത്താഫില് റബ്ബേ നിന്റെ സംരക്ഷണം അവിടെ ഉണ്ടാവൂല പടച്ചവനെ, എന്തിനാ പടച്ചവനെ നീ അങ്ങനെ ഒരു അപകടം അവിടെ വരുത്തി വെച്ചത് എന്നൊക്കെ ചിലരെങ്കിലും ഒന്ന് ചിന്തിച്ചു പോയിട്ടുണ്ടാകാം. അങ്ങനെ ചിന്തിച്ചവരുണ്ടോ? കൈപ്പൊക്കിയാട്ടെ. ഇല്ലാത്തവരിപ്പോ ചിന്തിക്കണ്ടേ, ആദ്യം ചിന്തിച്ചു. ഒരു തോന്നൽ വരെ പടച്ചവനെ ഹറമിലല്ലേ അതൊക്കെ, ഹറമൻ ആമിന, നല്ല സുരക്ഷിതമായ നാടല്ലേ, എന്നിട്ട് എന്താ പടച്ചോനെ ക്രെയിനൊക്കെ പൊട്ടി വീണ്, ആ ക്രെയിൻ വീണാ തന്നെ വായുവിൽ തടഞ്ഞു നിർത്താൻ എന്നെ കൊണ്ട് കഴിയില്ല പടച്ചോനെ. ശരിയാണ്, അല്ലാഹു തആല മാജിക് ചെയ്യുന്നവനല്ല എന്ന് മനസ്സിലാക്കണം. അല്ലാഹു തആലയുടെ ഈ ലോകത്തെ ജീവിതത്തിന്റെ ചില സുന്നത്തുല്ലാഹ് വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. ഈ ലോകത്തെ ചില കാര്യങ്ങൾ നടക്കുന്നത് അങ്ങനെയാണ്. അല്ലാഹു തആല അത്ഭുതങ്ങൾ ഇവിടെ ചെയ്യിച്ചിരുന്നെങ്കിൽ ലോകത്ത് ഒരു മനുഷ്യനും മുസ്ലിം അല്ലാതെ ബാക്കിയുണ്ടാവില്ല. അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങൾ അങ്ങനെയാണ്. അത് നമ്മൾ അങ്ങനെ പച്ചയിൽ അംഗീകരിച്ചേ പറ്റൂ. ഒരുപക്ഷെ എനിക്ക് തോന്നിയത് ആ അപകടം സംഭവിച്ച മുഴുവൻ ആളുകളും ഹജ്ജിന് പുറപ്പെടുമ്പോഴോ ഹജ്ജിന് വന്നതിന്റെ ശേഷമോ അള്ളാഹുവേ നിന്റെ പരിശുദ്ധ ഹറമീനുകളിൽ എവിടെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങാൻ അവസരം നൽകണമേ എന്ന് മനസ്സുകൊണ്ട് ചോദിച്ചവരായിരിക്കണം. ഇതിനല്ലാഹു അവസരം കൊടുക്കുക. അള്ളാഹുവിന്റെ നബി ചോദിച്ചു, യാ അല്ലാഹ്, നിന്നെ തീരെ ഓർക്കാത്തൊരു മനുഷ്യന് നീ എമ്പാടും കൊടുക്കുകയും ബിസ്മില്ല എന്ന് പറഞ്ഞ് വലയെറിഞ്ഞപ്പോ നീ ഒന്നും കൊടുക്കാതിരിക്കുകയും ചെയ്തല്ലോ പടച്ചോനെ, എന്തിനാ നീ ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ, യാ നബി അല്ലാഹ്, എന്റെ നബിയെ, ഞാൻ ഇവർ രണ്ടുപേർക്കും നാളെ കൊടുക്കാൻ പോകുന്ന പ്രതിഫലം കാണിച്ചു തരട്ടെ. രണ്ടുപേർക്കും ഞാൻ ആർക്ക് എന്തൊക്കെയാണ് കൊടുക്കാൻ പോകുന്നതെന്ന് ഒന്ന് കാണിച്ചതാ പടച്ചവനെ. ഫഅറാഹു നിഅമ, വലയിൽ ഇപ്പൊ ഒന്നും കിട്ടാത്ത ഈ സാധുവിന് അള്ളാഹു കൊടുക്കുന്ന വലിയ നിഅമത്തുകളും, അള്ളാഹുവിന്റെ നാമമല്ലാതെ മറ്റു ദൈവങ്ങളുടെ നാമം വിളിച്ച് ശിർക്കിന്റെ വചനങ്ങൾ ചൊല്ലി വലയെറിയുകയും എന്നിട്ട് ലാഭമുണ്ടാക്കുകയും ചെയ്ത ഈ മനുഷ്യന് അള്ളാഹുവിന്റെ അദാബും ശിക്ഷയും കൊടുത്തപ്പോ, അള്ളാഹു എനിക്ക് മനസ്സിലായി റബ്ബേ, എനിക്ക് മനസ്സിലായി ഈ മനുഷ്യനോടുള്ള ദേഷ്യം കൊണ്ടല്ല നീ ഇത് ചെയ്യുന്നത്, ഇയാൾക്ക് നാളെ ഇതിലും ഇരട്ടി പ്രതിഫലം കിട്ടുവാനാണ് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് അള്ളാഹുവിന്റെ നബിയും മിൻ അംബിയ ഇല്ല. അതിന് മറുപടി പറഞ്ഞത് മഹാനായ ഗസാലി ഇമാം ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ മനുഷ്യൻ തോട്ടത്തിലേക്ക് കയറി ചെന്നപ്പോ പറഞ്ഞ വാക്കതാണ്, മാ അദുന്നു അൻ തബീദ ഹാദിഹി അബദ, ഈ തോട്ടം ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. എന്റെ കച്ചവടോ എന്റെ തൊഴിലോ എന്റെ ജോലിയോ ഒന്നും ഇപ്പൊ അടുത്തൊന്നും പോവില്ല എന്ന് ഒരു മനുഷ്യൻ പറയുന്ന പോലെ തന്റെ പച്ചപ്പാവമായ സാധുവായ കൂട്ടുകാരൻ പറഞ്ഞു. ഖാല ലഹു സാഹിബുഹു വഹുവ യുഹാവിറുഹു أكفرت بالذي خلقك من تراب ثم من نطفة ثم سواك رجلا. قال له صاحبه, തന്റെ കൂട്ടുകാരൻ അയാളോട് പറഞ്ഞു, വഹുവ യുഹാവിറുഹു, ഒരു സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ, തർക്കിക്കുകയല്ല, അയാളോട് കയർത്ത് സംസാരിക്കുകയുമല്ല, നല്ല നിലക്ക് പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞു കൊടുത്തത്? അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബ്, മണ്ണിൽ നിന്ന് ജന്മം തന്ന അല്ലാഹുവിനെ നീ അവിശ്വസിക്കുകയാണോ? സുമ്മ മിൻ നുത്ഫ, നിന്റെ പിതാവിനെ ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചത് മണ്ണിൽ നിന്ന്. സുമ്മ മിൻ നുത്ഫത്തിൻ, പിന്നെ മനുഷ്യ കുലത്തെ മുഴുവനും സ്പേമിൽ നിന്ന് പടക്കുകയും ചെയ്ത അല്ലാഹുവിനെ, നുത്ഫയിൽ നിന്ന് പടച്ച അല്ലാഹുവിനെ. സുമ്മ സവ്വാക റജുല, എന്നിട്ട് നിന്നെ ഒരു പൂർണ്ണ മനുഷ്യനാക്കി മാറ്റിയ അല്ലാഹുവിനെ നീ അവിശ്വസിക്കുകയാണോ? വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത്, നിന്റെ തോട്ടത്തിലേക്ക് കയറി ചെല്ലുമ്പോ ഇത് ഖിയാമത്ത് നാൾ വരെ നശിക്കില്ലെന്നും ഇനി നാളെ ഞാൻ പരലോകത്തെങ്ങാനും പുനർജന്മം നൽകപ്പെടുകയും ചെയ്താൽ എനിക്ക് അല്ലാഹു ഇവിടെ തന്ന പോലെ അവിടെയും തരുമെന്ന് പറഞ്ഞ മനുഷ്യനോട്, വലൗലാ ഇദ് ദഖൽത ജന്നതക, നിന്റെ തോട്ടത്തിലേക്ക് കയറി ചെന്നപ്പോ നീ ഖുൽത, നീ പറയേണ്ടിയിരുന്നത് എന്താണ്? മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇതല്ലേ പറയേണ്ടിയിരുന്നത്? നീ എന്താ അത് പറയാത്തത്? മാഷാ അല്ലാഹ്, അല്ലാഹു എന്തുദ്ദേശിച്ചുവോ അത് നടന്നു. അല്ലാഹു എന്തുദ്ദേശിച്ചോ അത് നടന്നു. ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹു നൽകുന്ന ശക്തിയല്ലാതെ ആർക്കുമേ ഒരു ശക്തിയും ഇല്ല. ഇത് എന്റെ കഴിവല്ല, അല്ലാഹു തീരുമാനിച്ചാൽ ഇതിവിടെ ബാക്കിയുണ്ടാകും, ഇത്രയേ ഉള്ളൂ.
അല്ലാഹു നൽകുന്നതല്ലാതെ മറ്റൊന്നുമില്ല. ഇതല്ലേ നീ പറയേണ്ടത്? ഇൻ തറനി അനാ ഖല്ല മിൻക മാലൻ വവലദാ, മക്കളും സമ്പത്തും നിന്നെക്കാളും കുറഞ്ഞുപോയി എന്നൊരു കുറ്റമല്ലേ എനിക്കുള്ളൂ. എനിക്ക് മക്കളില്ലെന്നും എനിക്ക് മക്കളുടെ എണ്ണം കുറവാണെന്നും സമ്പത്തിന്റെ എണ്ണം കുറവാണെന്നും എന്നെ നീ ആക്ഷേപിക്കുകയാണോ? അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ നിന്റെ ഈ തോട്ടം നശിപ്പിക്കുകയും ഇതിന്റെയൊക്കെ പകരം എന്റെ കയ്യിലേക്ക് അള്ളാഹു നൽകുകയും ചെയ്യാൻ അള്ളാഹുവിന് കഴിയുമല്ലോ. പാവപ്പെട്ട ആള് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് ഇൻഷാ അല്ലാഹ് ആ ഭാഗം വരുമ്പോൾ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങാനും നമ്മൾ അള്ളാഹുവിന്റെ വഴിയിൽ ജീവിച്ചിട്ട് നഷ്ടം പറ്റുകയാണെങ്കിൽ മനസ്സ് തകരരുത്. ഞാൻ ഇന്നലെ ഒരു സുഹൃത്തിനെ കുറേ മുമ്പ് പരിചയപ്പെട്ട ആളാ, തൃശ്ശൂർ ജില്ലയിലെ നാട്ടിൽ നിന്ന് കണ്ടു. അദ്ദേഹം വലിയ നിഅമത്തിലായിരുന്നു, പക്ഷെ ഇപ്പോ വളരെ കഷ്ടപ്പാടില്ല. വളരെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പാടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, ഞാൻ ആരെയും ഇതുവരെ പറ്റിച്ചിട്ടില്ല. എന്റെ പൈസ മുഴുവനും കൊണ്ടുപോയത് എന്റെ സുഹൃത്തുക്കളെ സഹായിക്കാൻ വേണ്ടി കൊടുത്തതാണ്. അവർ ചില ആൾക്കാർ മുങ്ങി, ചിലർ തിരിച്ചു തന്നില്ല, ചിലർ തരാമെന്ന് പറഞ്ഞങ്ങനെ കൊതിപ്പിച്ചു. അങ്ങനെ നഷ്ടം വന്നു. ആ സാധു ഇപ്പോ ഒരു വാടക വീട്ടിലാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് നിഅമത്തും അനുഗ്രഹങ്ങളും അല്ലാഹു തിരിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അദ്ദേഹം നിർത്ത് പറഞ്ഞു, ഞാൻ ആരും പറ്റിച്ചിട്ടില്ല, പക്ഷേ വിഷമത്തിലാണ്. എന്നാലും മനസ്സുകൊണ്ട് തളർന്നിട്ടില്ല. അതാണ് അതിന്റെ അത്ഭുതം. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു പേടിയില്ല. ഞാൻ മക്കളോട് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്, മക്കളെ, അള്ളാഹുവിന്റെ തീരുമാനം നമ്മൾ ഇപ്പൊ വാടക വീട്ടിൽ താമസിക്കണമെന്നാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം വീടുണ്ടായിരുന്നു. ഞാൻ മുമ്പ് 10-18 കൊല്ലം മുമ്പ് അവിടെ പോയിരുന്നു. 60 ലക്ഷത്തോളം വിലപിടിപ്പുള്ള ആ വീട് എല്ലാം ബിസിനസ്സൊക്കെ നഷ്ടപ്പെട്ടിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, വിഷമുണ്ട്. നമ്മുടെ കൂടെ അന്ന് കൂടെ നിന്നിരുന്ന പല സുഹൃത്തുക്കളും അസ്സലാമു അലൈക്കും അങ്ങോട്ട് പറഞ്ഞാൽ അലൈക്കും സലാം അങ്ങനെയൊക്കെ പറയുള്ളൂ. വഅലൈക്കും അസ്സലാം എന്ന് പോലും മുഴുവൻ തീർത്ത് സലാം അടക്കണില്ല. എന്തേ, നമ്മളൊരു റേഞ്ച് വ്യത്യാസമായി പോയി. അത് കാണുമ്പോൾ ഒരു വിഷമം തോന്നുന്നുണ്ട്. ഇയാളുടെ കൂടെ ജോലി ചെയ്യുന്ന പല ആളുകളും വലിയ വലിയ മുതലാളിമാരായി പോയിട്ട് മൈൻഡ് ചെയ്യാത്ത അവസ്ഥ വരുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നൂലേ? നിങ്ങൾ കൈപിടിച്ച് കൊണ്ടുവന്ന ആളുകൾ, നിങ്ങൾ സഹായിച്ച ആളുകൾ, നിങ്ങളുടെ കൂടെ നിർത്തിയ ആളുകൾ ഒരു സമയത്ത് നിങ്ങൾക്കൊരു വിഷമം വരുമ്പോ, അതാണ് സുഹൃത്തുക്കളിൽ ഏറ്റവും എ ഫ്രണ്ട് ഇൻ ജീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ നീഡ്. നമുക്കൊരാവശ്യം വരുമ്പോ കൂടെ നിൽക്കുന്ന ആളാ നമ്മുടെ യഥാർത്ഥ സുഹൃത്ത്. അല്ലാതെ ഇപ്പോ പൈസയും പത്രാസൊക്കെ ഉണ്ടാവുമ്പോൾ എത്രങ്ങാനും സുഹൃത്തുക്കളെ കിട്ടും. അപ്പോ ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ പോലും മനസ്സുകൊണ്ട് അള്ളാഹുവിനെ കൈവിടരുത്. അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയാണ്. അള്ളാഹു കുറെ ഉയർത്തി വെച്ച് പിന്നെ അങ്ങ് താഴ്ത്തും. അള്ളാഹു ഉയർത്താൻ വെച്ചാൽ ആർക്കും പിടിച്ചാൽ കിട്ടൂല. അള്ളാഹു താഴ്ത്താൻ വെച്ചാൽ ആർക്കും പൊക്കാനും പറ്റൂല. ഇത് അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ്. അപ്പൊ ഈ സഹോദരൻ പറയും, ഖദർ നബി അലൈഹിസ്സലാം പറഞ്ഞുകൊടുത്ത വളരെ മനോഹരമായ ചരിത്രം. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണങ്ങളൊക്കെ ആ ഭാഗം വരുമ്പോൾ നമുക്ക് പഠിക്കാം. 4ാമത് വിശുദ്ധ ഖുർആൻ പറയുന്ന ഈ സൂറയിലെ ചരിത്രം ദുൽഖർനൈനിയുടെ ചരിത്രമാണ്. എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലല്ലേ, സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. കൈകാലൊക്കെ ഒന്ന് കുടഞ്ഞ് നമ്മുടെ പഴയ എക്സസൈസ് ഒക്കെ മറന്നോ? ഇൻഷാ അല്ലാഹ് ഇരുന്നോ. വിശുദ്ധ ഖുർആൻ ദുൽഖർനൈനിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. വയസ്അലൂനക അൻ ദുൽഖർനൈൻ, നബിയെ, ദുൽഖർനൈൻ ആരായിരുന്നുവെന്ന് നിങ്ങളോട് അവർ ചോദിക്കുന്നുണ്ട്. ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റ, ആരായിരുന്നു ഖദർ നബി എന്ന് ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം എന്ന് പറഞ്ഞാൽ അള്ളാഹു എനിക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ദുൽഖർനൈൻ ചക്രവർത്തി മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലശേഷം വന്ന ഒരു ഭരണാധികാരിയാണ്. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ആ സമയത്ത് നമുക്ക് വിശദമായിട്ട് പറയാം. ചരിത്രത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നത്
സൈറസ് രണ്ടാമൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ്. അലക്സാണ്ടർ എന്നൊക്കെ പറയപ്പെടാറുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തിയല്ല, അത് സൈറസ് രണ്ടാമൻ, സൈറസ് അസാനി എന്നറിയപ്പെടുന്ന മഹാനാണ്. ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു നബിയല്ല, പക്ഷേ അള്ളാഹുവിന്റെ സാത്വികനായ ഒരു ആബിദും സ്വാലിഹായ ഒരു ഭരണാധികാരിയായിരുന്നു. ഖർൻ എന്ന വാക്കിനർത്ഥം കൊമ്പെന്നാണ്. ഈ ഭൂമിയുടെ രണ്ടറ്റങ്ങൾ എന്നർത്ഥത്തിൽ ഷർക്കും ഗർബും, ഈസ്റ്റും വെസ്റ്റും ഒരേ സമയം ഭരിക്കാൻ സൗകര്യമുണ്ടായിരുന്ന ഒരു ഭരണാധികാരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലോകം ഭരിച്ചവരിൽ 2 പേർ മുസ്ലിമീങ്ങളാണ്, 2 പേർ അമുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളായ 2 പേർ, ഒന്ന് മഹാനായ നബിയുല്ലാഹി സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അലൈഹിമിസ്സലാം, മറ്റൊന്ന് ദുൽഖർനൈൻ റളിയല്ലാഹു തആല അൻഹു. അമുസ്ലിമീങ്ങളിലുണ്ട് നമ്രൂദ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഈജിപ്തിലുണ്ട്, ഇറാഖ് ഭരിച്ചിരുന്ന നമ്രൂദ്, പിന്നെ നെബുക്കദ്നേസർ, ബുഖ്ത് നസർ എന്നറിയപ്പെടുന്ന നെബുക്കദ്നേസർ. ഈ 2 അവിശ്വാസികളും സുലൈമാൻ നബി അലൈഹിസ്സലാമും ദുൽഖർനൈനിയും എന്ന 2 വിശ്വാസികളും, ഇവരാണ് ലോകം മുഴുക്കെ ഭരിക്കാൻ ഭാഗ്യമുണ്ടായവർ. ദുൽഖർനൈനിയുടെ ചരിത്രം എന്തായിരുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. അവിടെ യഅജൂജ് മഅജൂജിനെ കണ്ട കഥ പറയുന്നുണ്ട്. യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന 2 വിഭാഗങ്ങൾ ഒരു ഗ്രാമവാസികളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദുൽഖർനൈൻ ചക്രവർത്തിയെ, അങ്ങ് ഇവരുടെ ഉപദ്രവം ഞങ്ങൾ കേൾക്കാതെ ഞങ്ങൾക്ക് വല്ല സഹായവും ചെയ്യുമോ, ഒരു മതിൽ കെട്ടി തരുമോ എന്ന് ചോദിച്ചപ്പോ അതിന് സമ്മതിക്കുകയും, നിങ്ങൾ എനിക്ക് ഒരു പൈസയും ഇതിന് സമ്മാനമായി തരരുത്, ഞാൻ അധ്വാനിക്കാം, നിങ്ങളും നിങ്ങളുടെ അധ്വാനം കൊണ്ട് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഇരുമ്പും ഈയവും ഉരുക്കി ബലിഷ്ഠമായൊരു മതിൽ കെട്ടുകയും അതിനപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് തള്ളിവരാൻ അവർക്ക് സാധിക്കാതെ അവരെ തടഞ്ഞു വെച്ചു എന്ന ഭാഗം വിശുദ്ധ ഖുർആനിൽ ഈ സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്ത് കാണാൻ കഴിയും. ഇന്നത്തെ റഷ്യയുടെ ഭാഗങ്ങളിൽപ്പെട്ട, പണ്ട് തുർക്കിയുടെ ഭാഗമായിരുന്നു ടിഫിലിസ്, അർമീനിയയുടെ ഭാഗമാണെന്ന് എന്റെ ഓർമ്മ. ഇൻഷാ അല്ലാഹ് അത് ആ ഭാഗം വരുമ്പോൾ വിശദമായിട്ട് പറയാം. ടിഫിലിസിന്റെയും വിലാദി ഖുഖാസിയുടെയും ഇടയിലുള്ള ദാരിയാൽ ചുരം എന്ന് പറയുന്ന ഒരു ദാരിയാൽ മലഞ്ചെരിവുണ്ട്, ദാരിയാൽ പാസ്. ആ മലഞ്ചെരിവിലാണ്, ആ ഒരു ചുരത്തിലാണ് മഹാനായ ദുൽഖർനൈൻ ചക്രവർത്തി ഈ 2 മലകൾക്കിടയിൽ മതിൽ കെട്ടി ഇരുമ്പിന്റെ ബ്രിക്കുകൾ വെച്ച് ഈയം ഉരുക്കിയൊഴിച്ച് ബലിഷ്ഠമായ മതിൽ കെട്ടിയത് അവിടെയാണെന്ന് മൗലാന അബൂ കലാം ആസാദ് അദ്ദേഹത്തിന്റെ തർജുമാൽ ഖുർആനിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു പറ്റം സ്വഹാബത്തിനെ ഈ സംഭവം പഠിക്കാൻ വേണ്ടി മദീനയിൽ നിന്ന് പറഞ്ഞയച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദീകരണങ്ങൾ വഴിയാവാം. ദുൽഖർനൈന്റെ ചരിത്രം അല്ലാഹു തആല പറയുന്നു. അത് കഴിഞ്ഞുകൊണ്ടാണ് ഖുർആൻ ഈ ഭാഗങ്ങളൊക്കെ അവസാനിക്കുന്നത്, അവസാന ഭാഗത്തേക്ക് കടക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. അവസാനം തരുന്ന മെസ്സേജ് അതാണ്. فمن كان يرجو لقاء ربه, ആരാണോ അവന്റെ രക്ഷിതാവായ അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിനെ കാണേണ്ടി വരുമല്ലോ എന്ന് പേടിക്കുന്നത്. ആ 2 അർത്ഥം യർജുവിനുണ്ട്. ആരാണോ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുമല്ലോ എന്ന് പേടിക്കുന്നത്, അള്ളാഹുവിനെ കാണണമല്ലോ എന്ന് കൊതിക്കുന്നത് ആരാണ്, അവർക്ക് ചെയ്യേണ്ടത് ഫൽയഅമൽ അമലൻ സാലിഹാ, സൽകർമ്മങ്ങൾ ചെയ്യണേ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, ആ ഇബാദത്തിൽ അല്ലാഹു അല്ലാത്ത ഒന്നിനെയും നിങ്ങൾ ശിർക്ക് പോലും ചെയ്യരുതേ. മുഅ്മിനീങ്ങളോട് പറയാൻ, നിങ്ങൾക്ക് അല്ലാഹുവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ, ഇബാദത്ത് ചെയ്തേക്കണം. അവിടെ പറഞ്ഞ വലാ യുശ്രിക് എന്ന വാക്കിന്റെ അർത്ഥം മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞു, അശ്ർക്കുൽ ഖഫിയ്യ്, ഗോപ്യമായ, കണ്ണുകൊണ്ട് കാണാൻ അല്ലെങ്കിൽ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത ഒരുതരം ശിർക്കുണ്ട്. അർരിയാ, ആളുകൾ കാണാൻ വേണ്ടി ചെയ്യാം, മനുഷ്യന്മാരെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യാം, ഷോ ഓഫ് ചെയ്യാം. അത് നിങ്ങൾ ചെയ്യരുത്. ചെയ്യുന്ന അമൽ അള്ളാഹുവിന് വേണ്ടി ചെയ്യാം. ജനങ്ങൾ ചിലപ്പോൾ കൈയടിച്ചെന്ന് വരും, ചിലപ്പോൾ അവർ ചീത്ത വിളിച്ചെന്ന് വരും. നിങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. ജനങ്ങൾ കൈയടിച്ചാലും നോ പ്രോബ്ലം, ചീത്ത വിളിച്ചാലും നോ പ്രോബ്ലം. ഇതാണ് മുസ്ലിമിന്റെ സമീപനം. ആ രീതിയിൽ നിങ്ങൾക്ക് അമൽ ചെയ്യാൻ സാധിച്ചാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ ലിഖാ നിങ്ങൾക്ക് സാധ്യമാണ്. അള്ളാഹു നമുക്കത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
4 ഫിത്നകളെ സംബന്ധിച്ചാണ് സൂറത്തുൽ കഹ്ഫ് ചരിത്രം പരാമർശിക്കുന്നത്. 4 ഫിത്നകളിലേക്കുള്ള സൂചനയാണ് 4 ചരിത്രങ്ങൾ. ഒന്ന് ഫിത്നത്തുദ്ദീൻ, ദീനിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ഫിത്ന. ആ ചരിത്രമാണ് 7 യുവാക്കളുടെ ചരിത്രം. ഫിത്നത്തുദ്ദീൻ, ദീനനുസരിച്ച് ജീവിക്കാൻ വയ്യ, സ്കാഫ് ധരിക്കാൻ പാടില്ല എന്ന് ചില രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ തീരുമാനമെടുത്ത പോലെ ഇനി ഒരു കാലത്ത് നമുക്ക് നിസ്കരിക്കാനും പറ്റില്ല, ജുമാ നടത്താനും പറ്റില്ല എന്ന രീതിയിലൊക്കെ ഒരു തീരുമാനമൊക്കെ ഒരു രാജ്യത്ത് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദീനിൽ ഒരു ഫിത്ന വരുന്നത് അപകടമാണ്. ആ ഒരു ഫിത്ന ലോകത്ത് വരും എന്ന് പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. അത് വരും. ആ ഒരു ഫിത്നയെ നിങ്ങൾക്ക് അതിജീവിക്കണമെങ്കിൽ എന്തു ചെയ്യണം? ദീനിൽ ഫിത്ന വന്നവരായിരുന്നു ആ 7 യുവാക്കൾ. രണ്ടാമത്തെ ഫിത്ന ഫിത്നത്തുൽ മാൽ, സമ്പത്ത് കൊണ്ടുവരുന്ന ഫിത്നയാണ്. അള്ളാഹുവിനോട് പറയണം, പടച്ചവനെ നിന്നെ മറപ്പിച്ചു കളയുന്ന ഒരു സമ്പത്തും തരല്ലേ പടച്ചവനെ. സമ്പത്ത് കിട്ടിയിട്ട് പിന്നെ ആ പൈസ എണ്ണാനേ നേരുള്ളൂ, സ്വീകരിക്കാൻ നേരല്ല, അങ്ങനെ കുടുങ്ങിപ്പോ. നിന്നെ മറപ്പിച്ചു കളയുന്ന സമ്പത്തും തരരുതേ അല്ലാഹ്. അള്ളാഹുവിനോട് നമുക്ക് ആഫിയത്തിനെ ചോദിക്കണം, കഫാഫിനെ ചോദിക്കണം. ഒരു മുഅ്മിനായ മനുഷ്യൻ കാന റിസ്ഖുഹു കഫാഫ, ഒരു മനുഷ്യന് ആവശ്യമായത് അള്ളാഹു നൽകുന്നു, അത്രയേ മുഅ്മിനു വേണ്ടൂ. കാര്യങ്ങളൊക്കെ നടന്നു പോകണം, ഒരാളോടും കൈ നീട്ടേണ്ട അവസ്ഥ വരരുത്. അള്ളാഹുവിനോട് ഹലാല് കൊണ്ട് ഗിനയെ, ഐശ്വര്യത്തെ ചോദിക്കുകയും ചെയ്യണം. അള്ളാഹു നമുക്ക് നൽകട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. സമ്പത്ത് കൊണ്ട് ഫിത്ന വന്ന മനുഷ്യനാണ് ആ തോട്ടത്തിന്റെ ഉടമ. മൂന്നാമത്തേത് ഫിത്നത്തുൽ ഇൽമ്, ഇൽമ് കൊണ്ടുണ്ടാകുന്ന ഫിത്നയുണ്ട്. ആ ഫിത്ന വല്ലാണ്ട് കൂടിയ കാലമാണ് ഫിത്നത്തുൽ ഇൽമ്. ഇൽമുള്ളവരും തലകെട്ട് കെട്ടിയവരൊക്കെ തന്നെയാണ് വലിയ ഫിത്നക്ക് നേതൃത്വം കൊടുക്കുന്നത്. നാട്ടിലും മഹല്ലുകളിലും എല്ലായിടത്തും ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ ഫിത്നകളാണ്. ഫിത്നത്തുൽ ഇൽമ് ഇതൊരു വലിയ ഫിത്നയാണ്. ആ ഫിത്നയെ അതിജീവിക്കാനുള്ള മരുന്നെന്താണ്? അതിനുള്ള പ്രതിവിധി എന്താണ്? മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന്റെയും ഖിദ്ർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും സംഭവത്തിൽ അള്ളാഹു പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ഫിത്നയിലേക്കുള്ള സൂചനയാണ് മൂസ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. നാലാമത്തേത് ഫിത്നത്തു സൽത്ത, അധികാരം കൊണ്ടുണ്ടാകുന്നൊരു ഫിത്നയുണ്ട്. അധികാരം ഉണ്ടാകുമ്പോഴേ, നാട് ഭരിക്കുന്ന ആളുകൾക്ക് തോന്നുന്നൊരു ഫിത്നയുണ്ട്. ഒരുതരം അഹങ്കാരമുണ്ട്. ഒരാൾക്ക് അധികാരം നൽകിയാൽ അധികാരം കൊണ്ട് ആ മനുഷ്യന്റെ സ്വഭാവം മോശമായി പോകുന്നത്. എത്രയോ ആളുകൾ അങ്ങനെ കാണും. നിങ്ങൾക്ക് കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ, സാധാരണ ഒരു എംപ്ലോയി ആയി ജോലി, ഒരു കുഴപ്പമില്ല, അയാളെ പിടിച്ച് സൂപ്പർവൈസർ ആക്കി വെക്കുമ്പോ യാ അല്ലാഹ്, ബാക്കിയുള്ളവർക്കൊന്നും നിൽക്കാൻ വയ്യ. ഫിത്നത്തു സൽത്ത, അധികാരം അല്ലാഹു നൽകുമ്പോൾ ഒരു മനുഷ്യന്റെ ഖൽബിലേക്ക് ചില ചിന്തകൾ വരും. അത് ഫിത്നയാണ്. ആ ഫിത്നയെ എങ്ങനെ അതിജീവിക്കണം? ഈ 4 ഫിത്നകളും പറഞ്ഞു തന്ന് അതിന്റെ ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിന്റെ ചരിത്രം പറയുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ മടി കാണിച്ച പിശാചിന്റെ ചരിത്രം പറയുന്നുണ്ട്. 50-ാമത്തെ ആയത്താണത്. മൊത്തം സൂറത്തുകൾ എടുത്ത് നോക്കിയാൽ അതിന്റെ ഏകദേശം നേർപകുതിയിലാണ് അല്ലാഹു തആല പിശാചിന്റെയും ആദം നബി അലൈഹിസ്സലാമിന്റെയും ആ സംഭവം വിവരിക്കുന്നത്. അതുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ഈ 2 ഫിത്നകളും, ഒന്ന് ഫിത്നത്തുദ്ദീൻ, ദീനിൽ വരുന്ന ഫിത്നയും സമ്പത്ത് കൊണ്ടുണ്ടാകുന്ന ഫിത്നയും കഴിഞ്ഞ് പിശാചിന്റെ ചരിത്രം പറഞ്ഞു. പിന്നെ 2 ഫിത്ന വേറെയും, ഇൽമു കൊണ്ടുണ്ടാകുന്ന ഫിത്നയും അധികാരം കൊണ്ടുണ്ടാകുന്ന ഫിത്നയും. ദുൽഖർനയുടെ ചരിത്രം അതാണ്. മൂസ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ് ഇൽമിന്റെ ഫിത്നയെ സംബന്ധിച്ചുള്ള സൂചന. അതിന്റെ ഇടയിൽ പിശാചിന്റെ ചരിത്രം പറഞ്ഞു. പിശാചാണ് ഇത് രണ്ടും. 4 ഫിത്നകളുടെയും ഉറവിടം പിശാചിന്റെ ഇടപെടലാണ്. അതുകൊണ്ട് നിങ്ങൾ അവനെ സൂക്ഷിക്കണേ എന്ന് പറയാൻ സൂറത്തിന്റെ നേർപകുതിയിൽ അല്ലാഹു തആല ആ സംഭവം കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറയുടെ പ്രത്യേകമായൊരു സ്ഥാനം പറഞ്ഞിട്ടുള്ളത്, മൻ ഖറഅ ബിസ്മില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഫി സ്വഹീഹി മുസ്ലിം അൻ അബി ദർദാ റളിയല്ലാഹു തആല അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ഹഫിള 10 ആയാതിൻ മിൻ അവ്വൽ സൂറത്തുൽ കഹ്ഫ്. സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്തുകൾ ആരെങ്കിലും മനഃപ്പാഠമാക്കിയാൽ, അടുത്ത ആഴ്ചത്തേക്കുള്ള ഹോംവർക്ക് അതാണ്. ഹോംവർക്കൊക്കെ ഉണ്ടായിക്കൂടെ? കുഴപ്പമില്ലല്ലോ. ചെക്ക് ചെയ്യാനുള്ള നേരമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്ക് ചെയ്യുക. അപ്പോ ആദ്യത്തെ 10 ആയത്തെ അടിയന്തരമായി ഹിഫ്ളാക്കണം. സാറേ എനിക്ക് മുഴുവൻ തന്നെ ഹിഫ്ളുണ്ടല്ലോ, ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്. അതുള്ളവരെ ഉറപ്പിച്ചു വെക്കുക. പഠിക്കാത്തവരെന്ത് ചെയ്യുക, ആദ്യത്തെ 10 ആയത്തുകൾ പഠിക്കുക. ഇനി അടുത്ത ആഴ്ച ചോദ്യം ഉണ്ടാവും, പരീക്ഷ ഉണ്ടാവും വെച്ച് വരാക്കണ്ടോ, അതൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ സൗകര്യമാണ് പഠിച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. ആദ്യത്തെ 10 ആയത്ത് എന്ന് പറഞ്ഞാൽ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദാ,
അതുവരെയുള്ള ആയത്ത് ആരെങ്കിലും മനഃപ്പാഠമാക്കിയാൽ മസീഹ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അല്ലാഹു കാവൽ നൽകുമെന്ന പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മസീഹ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് കാവലുണ്ടാകും. ഈ 10 ആയത്തുകൾ ഓതിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ സംബന്ധിച്ച് തന്നെ പറഞ്ഞു, ഫമൻ അദ്റക, മസീഹ് ദജ്ജാൽ ഏതെങ്കിലും ഒരു സമൂഹത്തിൽ വരികയും ഞാനെന്ന് ജീവിച്ചിരിപ്പുണ്ടാവുകയുമെങ്കിൽ ഫഇന്നി ഹജീജുഹു ദൂനകും, ഞാൻ ജീവിച്ചിരിപ്പുള്ള കാലത്താണ് മസീഹ് ദജ്ജാൽ വരുന്നതെങ്കിൽ അവന്റെ ഒരു ഫിത്നയും നിങ്ങൾ കേൾക്കാതെ ഞാൻ നിങ്ങൾക്ക് കാവൽ തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മസീഹ് ദജ്ജാൽ എന്ന ലോകം കണ്ട ഏറ്റവും വലിയ ഫിത്ന മസീഹ് ദജ്ജാൽ വരുമ്പോ ഞാൻ ജീവിച്ചിരിപ്പില്ല എങ്കിൽ ഫകുല്ലും റിഇൻ ഹജീജു നഫ്സിഹി, നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ തടിയെ കാത്തുകൊള്ളണം. ഞാനില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ നോക്കണം. നിങ്ങൾ ചെയ്യേണ്ടത് ഇഖ്റഉ അലൈഹി ഫവാത്തിഹ സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യ ഭാഗങ്ങൾ എന്ന് പറഞ്ഞ ഈ ആദ്യത്തെ 10 ആയത്തുകൾ നിങ്ങൾ അവനെ കാണുമ്പോഴേക്കും ഓതി തുടങ്ങിയാൽ അവന്റെ ഫിത്ന നിങ്ങൾക്ക് വരികയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫമൻ അദ്റക, ആരെങ്കിലും യഅനി ദജ്ജാലിനെ കണ്ടാൽ ഫൽയഖറ അലൈഹി ഫവാത്തിഹ സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യ ഭാഗം ഓതണമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഖറഅ 10 ആയാതിൻ മിൻ സൂറത്തുൽ കഹ്ഫ് ഹിഫ്ളൻ ലം തദുറഹു ഫിത്നത്തുദ് ദജ്ജാൽ, അല്ലാഹുവിൽ നിന്ന് കാവൽ ചോദിക്കാനുള്ള സൂറയാണ് സൂറത്തുൽ കഹ്ഫ്. കാവലാണ് സൂറത്തുൽ ഹിഫ്ൾ എന്ന് പറയും. ഈ സൂറക്ക് കാവലാണ്. നമുക്ക് എന്തെങ്കിലും ഫിത്ന വരുന്നുണ്ട്, ഒരു പേടി തോന്നുന്നു, ആരൊക്കെയോ എന്തൊക്കെയോ അപായപ്പെടുത്തുന്നുവോ എന്ന് പേടി തോന്നുന്നു, സൂറത്തുൽ കഹ്ഫ് അതിനുള്ള പ്രതിവിധിയാണ്. സൂറത്തുൽ ഹിഫ്ളാണ്. ഹിഫ്ളിന്റെ ആയത്തുകളാണ് സൂറത്തുൽ കഹ്ഫ്. പ്രൊട്ടക്ഷനാണ്, അഭയം നൽകുന്ന സൂറയാണിത്. എന്തെങ്കിലും ഒരു പേടിയോ ഭയം ഉണ്ടാകുമ്പോൾ ആൾക്കാരെ കള്ളുടിക്കാൻ നടക്കും അല്ലെ? കള്ളുടിക്കുമ്പോഴേക്കും നല്ല മൂടി വരുന്നു വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ ചിലർ നിരന്തരമായി പാട്ട് കേട്ട് നടക്കും. അത് കേൾക്കുമ്പോൾ പഴയതൊക്കെ മറക്കും, ഒരു ആശ്വാസം. ഒന്നും ആശ്വാസമില്ല, സമാധാനം കിട്ടൂല, കുറ്റങ്ങളും ശിക്ഷയും വർദ്ധിക്കുകയുള്ളൂ. സൂറത്തുൽ കഹ്ഫ് എടുത്തൂത ഹിഫ്ളാണ്. മസീഹ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് വരെ അല്ലാഹു തആല കാവൽ കൊടുക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ അതിലും വലിയ ഫിത്ന വേറെ ഇല്ലല്ലോ. ലോക മുസ്ലിമീങ്ങൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഫിത്ന മസീഹ് ദജ്ജാലിന്റെ ഫിത്നയാണ്. അതിൽ നിന്ന് പോലും അല്ലാഹു തആല കാവൽ തരുമെന്ന് പറഞ്ഞ സൂറയാണ്. അതുകൊണ്ട് ഈ സൂറത്തിന് സൂറത്തുൽ ഹിഫ്ൾ, സംരക്ഷണത്തിന്റെ സൂറ എന്ന് ഉലമാ ഇതിനെ പേര് വെച്ചിട്ടുണ്ട്. അല്ലാഹു തആല അത് പതിവായി ഓതുന്നവരിൽ അല്ലാഹു നമ്മെ പെടുത്തി തരട്ടെ. മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് ഫീ യൗമിൽ ജുമുഅ, ജുമുഅ ദിവസം ആരെങ്കിലും സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ سُجِعَ لَهُ نُورٌ مِّن تَحْتِ قَدَمِهِ إِلَى عَنَانِ السَّمَاءِ يُضِيءُ لَهُ يَوْمَ الْقِيَامَةِ وَغُفِرَ لَهُ مَا بَيْنَ جُمْعَتَيْنِ. സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ വെള്ളിയാഴ്ചയാണ്. അത് കാസർഗോട്ടൊക്കെ ശരിക്കും അറിയുള്ളൂ. വ്യാഴാഴ്ച അസ്തമിച്ച് വെള്ളിയാഴ്ച രാത്രി എന്ന് അവർ പറയാം. നമ്മൾ മലപ്പുറത്തൊക്കെ വ്യാഴാഴ്ച രാത്രിയാണ് പരിപാടി. കാസർഗോട്ടർ അങ്ങനെ പറഞ്ഞു വ്യാഴാഴ്ച രാത്രി എന്ന് പറഞ്ഞാൽ എങ്ങനെ ബുധനാഴ്ച അസ്തമിച്ച് വ്യാഴാഴ്ച രാത്രിയാണോ അല്ല വ്യാഴാഴ്ച അസ്തമിച്ച് വെള്ളിയാഴ്ച രാത്രിയാണോ എന്ന് തിരിച്ചു ചോദിക്കും. ശരിക്കും വെള്ളിയാഴ്ച രാത്രിയാണ്. വ്യാഴാഴ്ച അസ്തമിച്ചാൽ പിന്നെ വെള്ളിയാഴ്ച രാത്രിയാണ്. ഉസ്മാൻ അങ്ങനെയല്ലേ വലിയപാടിയിലൊക്കെ? അപ്പോ അത് വെള്ളിയാഴ്ചയാണ്. നമ്മുടെ ദിവസം ആരംഭിക്കുന്ന അസ്തമയത്തോടുകൂടി രാത്രി കൊണ്ടാണ് അറബ് കണക്ക് പ്രകാരം ദിവസം ആരംഭിക്കുന്നത്. ഈ രാത്രി ഇപ്പോ ശനിയാഴ്ച രാത്രിയല്ല, ഇത് ഞായറാഴ്ചയുടെ രാത്രിയാണ്. നാളത്തെ രാത്രി തിങ്കളാഴ്ചയുടെ രാത്രിയാണ്. ഇങ്ങനെയാ പോവാ. അപ്പോ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഓതാൻ പറ്റും. മഹാന്മാരായ നമ്മുടെ സ്വാലിഹീങ്ങളായ ആളുകളൊക്കെ 3 അൽഖഫ് ഓതുന്നതാണ്. സാറേ 3 പോയിട്ട് 3ലൊന്നും ഓതിയാൽ മതിയായിരുന്നു എന്ന കാരണം 3 ഓതുക. 1 മഗ്രിബിന്റെ ശേഷം അല്ലെങ്കിൽ ഇശാഇന്റെ ആ രാത്രിയിൽ 1 ഓതുക. വ്യാഴാഴ്ച അസ്തമിച്ച ആ രാത്രി വെള്ളിയാഴ്ച രാവിലെ 1 ഓതും. പിന്നെ ജുമുഅന്റെ മുമ്പ് സമയം കിട്ടിയാൽ 1. പിന്നെ ജുമുഅ കഴിഞ്ഞ് അസർ ളുഹറിന്റെ ഇടയിലോ അല്ലെങ്കിൽ അസർ മഗ്രിബിന്റെ ഇടയിലോ അസ്തമിക്കുന്നതിന് മുമ്പ് വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിച്ച വെള്ളിയാഴ്ച തീർന്നു. അതിന്റെ ഇടയിൽ അപ്പൊ ഈ വ്യാഴാഴ്ചയുടെ അസ്തമയം മുതൽ വെള്ളിയാഴ്ചയുടെ അസ്തമയത്തിനിടയിൽ എപ്പോഴെങ്കിലും ഒരു തവണ സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ ഈ പറഞ്ഞ പുണ്യം ലഭിക്കും. സാധിക്കുമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു സമയത്ത് 3 സമയങ്ങളിലായി ഓരോന്ന് ഓതാൻ കഴിഞ്ഞാൽ
അൽഹംദുലില്ലാ സാധിക്കുമെങ്കിൽ ഇപ്പം ഓതി നോക്കുക. ചിലപ്പോൾ കുറെ സമയം വലിയ തിരക്കും ബുദ്ധിമുട്ടൊക്കെ ആകുമ്പോൾ സാധിച്ചില്ല എന്ന് വരും. സൗകര്യം ഉണ്ടാവുമ്പോൾ ചെയ്ത്, സൗകര്യം ഇല്ലാത്ത സമയത്ത് ചെയ്യാൻ പറ്റാതെ വന്നാൽ അല്ലാഹു തആല ആ ഉണ്ടായിരുന്ന സമയത്ത് ചെയ്ത അതേ കൂലി അല്ലാഹു കൊടുക്കുന്ന. രോഗിയായൊരു മനുഷ്യൻ എപ്പോഴും ജമാഅത്തിന് പോകുന്ന ആളെന്ന് വിചാരിക്കുക. ചിലർ അങ്ങനെ പറയും, വാപ്പാക്ക് ഇപ്പൊ പോകാൻ പറ്റുന്നില്ല, വാപ്പ അവല് വക്തിന് പള്ളിക്ക് എത്തുന്ന വാപ്പയായിരുന്നു, വാപ്പാക്ക് ഇപ്പൊ വയ്യ, കിടപ്പിലാണ്. ഒരു വിഷമമല്ല, വാപ്പ ആരോഗ്യമുള്ള സമയത്ത് ചെയ്തിരുന്നോ എന്ന കിടപ്പിലായാൽ വാപ്പ ഒരു പണിയും ചെയ്യാതെ അതിന്റെ കൂലി അല്ലാഹു കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അത് ഓതിക്കഴിഞ്ഞാൽ കാലിന്റെ താഴ്ഭാഗത്ത് നിന്ന് ആകാശത്തിന്റെ അറ്റത്തേക്ക് ഒരു പ്രകാശം അല്ലാഹു തആല ഉണ്ടാക്കി വെക്കും. ആ പ്രകാശം അന്ത്യനാളിൽ അവന് പ്രഭയായി അല്ലാഹു മാറ്റിക്കൊടുക്കും. രണ്ട് ജുമുഅക്കിടയിലുള്ള തെറ്റുകളിൽ ചെറുദോഷങ്ങൾ, ചെറുപാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുകയും ചെയ്യും. ഭയങ്കര ഭാഗ്യല്ലേ? രണ്ട് അൽ ജുമുഅത്തു ഇലൽ ജുമുഅ والعمرة إلى العمرة ورمضان إلى رمضان كفارة لما بينهما إذا اجتنبت الكبائر. ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, ഒരു ഉംറ ചെയ്ത് അടുത്ത ഉംറ വരെ, ഇതൊക്കെ അല്ലാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇടയിലുള്ള ചെറുപാപങ്ങൾ ഈ രണ്ട് അമലുകളെ കൊണ്ട് അല്ലാഹു പുറത്തു തരും, വൻ പാപങ്ങൾ ചെയ്യാതിരുന്നാൽ എന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും പുണ്യമുള്ള ഒരു സൂറയാണ് ഈ പരിശുദ്ധമായ സൂറത്തുൽ കഹഫ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന്റെ പുണ്യം കിട്ടുന്നവരിൽ അല്ലാഹു നമ്മെ ചേർത്തി തരട്ടെ. അതിന്റെ പ്രതിവിധിയിലേക്ക് കടക്കുകയാണ്. സമയം നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ തുടങ്ങിയത് 9:13 10:10 ഒരു മണിക്കൂർ കൃത്യമായി ആയി തുടങ്ങി. 2 മിനിറ്റിന് 1 മണിക്കൂറിന് ബാക്കിയുള്ളൂ. ഇൻഷാ അല്ലാഹ് നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ ഒരു 10:35 35 40 ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. നേരം പോകുമോ? പ്രയാസം ഉണ്ടാവോ? 1.5 മണിക്കൂറെങ്കിലും വേണ്ടേ? നല്ലപോലെ മുതലാവുള്ളൂ. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ദുബൈയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അള്ളാഹു അവരുടെ യാത്രയിലൊക്കെ ഖൈർ ചെയ്യട്ടെ. അവരുടെ ആ സദുദ്ദേശം അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഒരു സ്വലാത്തും കൂടെ ചൊല്ലുക. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഇരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറയിൽ നിന്ന് ഹിഫ്ദ് പഠിപ്പിച്ചു തന്നു, എങ്ങനെയൊക്കെ സംരക്ഷണം ലഭിക്കുമെന്ന്. ദീനിൽ ഒരു ഫിത്നയുണ്ടായാൽ ആ ഫിത്ന അതിജീവിക്കാൻ ഒരു മനുഷ്യന് ആ നാട്ടിൽ സാധ്യമല്ലെങ്കിൽ തൊട്ടടുത്ത നാട്ടിലേക്ക് ഹിജ്റ പോയിട്ടെങ്കിലും പലായനം ചെയ്തിട്ടെങ്കിലും ദീനുമായി അവർ രക്ഷപ്പെടണം എന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് തോന്നുകയാണ് ഞാൻ ഇവിടെ നിന്നാൽ കള്ളുകുടിക്കും, ഇവിടെ നിന്നാൽ വ്യഭിചരിക്കും, അങ്ങനെ ഒരാൾക്ക് തോന്നുന്നുണ്ടോ? ഇയാൾക്കത് ഒഴിവാക്കാൻ പറ്റൂലേ? എന്നാ വേഗം നാട്ടിലേക്ക് പിടിക്കാൻ നല്ലത്, അല്ല വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകാൻ നല്ലത്. സുരക്ഷിതത്വം എവിടെയാണോ അങ്ങോട്ട് പോകണമെന്നാണ്. ചില ജോലി സാധ്യതകൾ അങ്ങനെയാണ്. ആ ജോലിയിൽ എന്തായാലും പെണ്ണുങ്ങളും അല്ലാത്തവരൊക്കെ ആ കൂട്ടത്തിലുണ്ട്. എന്തായാലും എനിക്ക് ഫിത്നയാണ്, പൈസ ഇട്ടുണ്ട്, സംഗതി ശരിയാണ്, പക്ഷേ എന്റെ ദീൻ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, വ്യഭിചാരത്തിലേക്കുള്ള സാഹചര്യങ്ങൾ അവിടെയുണ്ട്, എന്റെ നിസ്കാരം നഷ്ടപ്പെടുന്നുണ്ട്, എനിക്ക് ജമാഅത്ത് ലഭിക്കണില്ല, എന്റെ ജുമുഅ പോലും നഷ്ടപ്പെടുകയാണ്. അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ അതില്ലാത്തൊരു ജോലിയിലേക്ക് മാറാൻ ഒരു മനുഷ്യൻ തീരുമാനമെടുക്കണം. ഖൽബ് കൊണ്ട് നമ്മൾ തീരുമാനമെടുത്താൽ അല്ലാഹു തആല വഴി എളുപ്പാക്കി തരുന്നതാണ്. അത് നമ്മൾ ഖൽബ് കൊണ്ട് പറയണം. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. പല ആളുകളുടെയും ജോലി അങ്ങനെയാണ്, പല കാര്യങ്ങളും അങ്ങനെയാണ്. അള്ളാഹുവിനോട് ഒരു ബദൽ സംവിധാനം റബ്ബിനോട് ചോദിച്ചാൽ അല്ലാഹു തആല തരും, അല്ലാഹു തആല തരും. ഒരു സുഹൃത്ത് ഇപ്പൊ ഇന്ന് ഒരു മെസ്സേജ് ഞാൻ കണ്ടു. അദ്ദേഹം ആ വിഷയം അങ്ങനെയാ പറഞ്ഞു. അദ്ദേഹം പലിശ സംബന്ധമായൊരു ജോലിയിലായിരുന്നു അദ്ദേഹത്തിന് ജോലി ഉണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം അത് പറ്റുമോ എന്ന് ചോദിച്ച് വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ മാറാൻ വേണ്ടി പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞു, നാളെയാണ് ഞാൻ പുതിയ ജോലിയിലേക്ക് മാറുന്നത്, എന്റെ പഴയ ജോലി ഞാൻ വിട്ടു, എനിക്ക് ഖൈറായ ജോലി വേറെ കിട്ടിയിരുന്നു. ഇപ്പൊ ഞാൻ ഇന്ന് വായിച്ച അൽഹംദുലില്ലാഹ്. ആ ചെറുപ്പക്കാരുണ്ടോ ഇല്ലെന്ന് അറിയില്ല. ഞാൻ ദുബൈയിൽ നിന്നാണ് എവിടുന്ന വിട്ടതെന്ന് എനിക്കറിയില്ല, മെസ്സേജിൽ കാണുന്നുണ്ട്. അല്ലാഹു തആല നമ്മുടെ ജോലിയിലൊക്കെ ബർക്കത്ത് തരട്ടെ. പൈസ കിട്ടലല്ല ബുദ്ധിമുട്ട്, പൈസ അല്ലാഹു തആല പല വഴിക്കും കൈ തന്നെന്ന് വരും. പക്ഷെ അത് ഹലാലായ വഴിയിലൂടെ ആണോ അല്ലയോ? ദീന് കൊണ്ടുള്ള ഒരു ദീനിന്റെ സംരക്ഷണം കൊണ്ട് നമ്മൾ സംരക്ഷണത്തിന് വേണ്ടി ത്യാഗം ചെയ്യേണ്ടി വരും. നമുക്ക് ജോലിയിലാണെങ്കിൽ അങ്ങനെ, ചില കച്ചവട സ്ഥാപനങ്ങൾ അങ്ങനെയാണ്, ചില ജോലി സാഹചര്യങ്ങൾ അങ്ങനെയാണ്, ചില നാടുകൾ അങ്ങനെയാണ്. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. നാട്ടിലൊക്കെ നല്ല മക്കളായി ജീവിച്ച് ഇവിടെ നിന്ന് കേടന്നു പോണ എത്ര ചെറുപ്പക്കാരുണ്ട്. കണ്ട ബാറിലും പബ്ബിലും ഹബ്ബിലും ഒക്കെ കയറിയിട്ട്
അല്ലെങ്കിൽ നേരെ മറിച്ചും. നാട്ടിലെ കുരുത്തം കിട്ട് നടന്നിട്ട് ഇവിടെ വന്ന് നല്ല സ്വാലിഹ്യങ്ങളായി മാറി എത്രയോ നല്ല മക്കളുണ്ട്, ഇല്ലേ? അൽഹംദുലില്ലാ. അവർക്ക് നല്ലത് ഇവിടെ തന്നെ നിൽക്കലാണ്. മറ്റേ കൂട്ടർക്ക് നല്ലത് നന്നാവാൻ പറ്റുന്നില്ല എന്ന് തോന്നാണ്, ഇവിടുന്ന് വിടലാ നല്ലത്. ജോലികളും അങ്ങനെയാണ്. ഇത് പഠിപ്പിക്കാനാ വിശുദ്ധ സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യ ഭാഗം ഫിത്നത്തു ദീനിനെ സംബന്ധിച്ച് പരാമർശമുണ്ടായത്. കാരണം മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് കാവലുണ്ട് എന്ന് പറഞ്ഞ സൂറയിൽ മസീഹുദ് ദജ്ജാൽ തരുന്ന 4 ഫിത്നകളാണ്: ഫിത്നത്തു ദീൻ, ഫിത്നത്തുൽ മാൽ, ഫിത്നത്തുൽ ഇൽം, ഫിത്നത്തുൽ സൽഫ. ഈ 4 ഫിത്നകൾ മസീഹുദ് ദജ്ജാലിന്റെ കൂടെയുണ്ട്. അത് 4ഉം ഈ സൂറയിൽ പരാമർശിക്കപ്പെട്ടു എന്നത് വലിയൊരു അത്ഭുതമാണ്. മസീഹുദ് ദജ്ജാൽ ആദ്യം വന്ന് എന്താ ചോദിക്കുക? സുഖാണോ, റാഹത്തന്നെയാണോ എന്നാ ചോദിക്കുക? അല്ല. അതുഅ്മിനു ബി അനല്ലാഹ്, ഞാൻ അല്ലാഹുവാണെന്ന് നീ വിശ്വസിക്കുമോ ഇല്ലയോ? അത് ചിലപ്പോൾ ഒരു സദസ്സിനോടായിരിക്കും ചോദിക്കുക, ഒരു ഗ്യാതറിങ്ങിനോടായിരിക്കും ചോദിക്കുക, ഒരു വ്യക്തിയോടാവാം ചോദിക്കുക. അതില്ല എന്ന് പറഞ്ഞാൽ അവന്റെ കൂടെയുള്ള അവന്റെ സൈന്യമുണ്ട്, പിടിച്ചുവെക്കും, അവരെ ക്രൂശിക്കും, അവർക്ക് കൂടെ തീ കൊണ്ട് നടക്കുമെന്നാണ്, അതിലേക്ക് വലിച്ചെറിയും. ഈമാൻ ശക്തിയില്ലാത്ത ആളുകൾ മുഴുവനും പതറുമെന്നാണ്. കാരണം അവൻ അത്ഭുതം കാണിക്കുന്ന ആളാണ്. ആകാശത്തേക്ക് നോക്കിയിട്ടേ ഒരു മേഘം പടലും പോലും കാണുന്നില്ല ആകാശത്ത്. യാ സമാഉ അംതിരി, ആകാശമേ മഴ പെയ്യണേ എന്ന് പറഞ്ഞാൽ തുരുതുരാ മഴ പെയ്യും. അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും. ഇതൊക്കെ കണ്ടിട്ട് ചോദിക്കാൻ, ഞാൻ പടച്ചവനാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഏത് യുക്തിവാദിയും എന്ന് പറഞ്ഞു പോയേക്കും. അള്ളാഹു ഈമാനുള്ളവരെ രക്ഷപ്പെടുത്തും. അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ കാലത്തിലേക്കൊക്കെ നമ്മൾ അടുത്തെത്തിക്കഴിഞ്ഞു എന്നാണ് സാഹചര്യവും ഇപ്പം നടക്കുന്ന ഇപ്പോഴത്തെ കറന്റ് അഫയേഴ്സ് ഒക്കെ നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടുന്നത്. വളരെ വൈകാതെ തന്നെ മൂപ്പര് വരാൻ നേരായിട്ടുണ്ടെന്നാണ്. ഫിത്നത്തു ദീനാണത്. ദീനിലുള്ള ഫിത്ന, ഒരു മനുഷ്യന്റെ ഈമാൻ നഷ്ടപ്പെടുന്ന പണിയാണത്. അവന് ദൈവമാണെന്നോ പടച്ചവനാണെന്നോ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തുപോയി. അവൻ ഉദ്ദേശിക്കുന്നതും അതാണ്. മുഅ്മിനീങ്ങളായ ആളുകൾ പറയും, അൻത ദജ്ജാലുൽ കദ്ദാബ് അല്ലദീ അൻദറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് താക്കീത് തന്ന പിശാചാണ് നീ, മസീഹുദ് ദജ്ജാലാണ് നീ, നിന്നെ ഞങ്ങൾ വിശ്വസിക്കൂല എന്ന് മുഅ്മിനീങ്ങൾ പറയും. അവരെ പിടിച്ചവൻ തീയിലേക്കെറിയും. ഫഹിയൽ ജന്ന, അത് സ്വർഗ്ഗത്തിന്റെ സുഖമാണ് അവർക്ക് നൽകുക. തീയിന്റെ വേദന ഈ വിശ്വാസികൾക്ക് ഉണ്ടാവുകയില്ലെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമായി ഇടപെടുന്നത് ഫിത്നത്തു ദീനിലാണ്, ദീനിൽ ഉള്ള ഫിത്നയാണ്. മുഅ്മിനീങ്ങൾ പറയും, മസീഹുദ് ദജ്ജാലിനെ നോക്കിയിട്ട് പറയും, ഞങ്ങളുടെ അല്ലാഹു കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തവനാണ്. അള്ളാഹുവിനെ ഈ ലോകത്ത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല എന്ന് അള്ളാഹു പറഞ്ഞു. പിന്നെ അള്ളാഹു ന്യൂനതകളില്ലാത്തവനാണ്. അള്ളാഹുവിന്റെ നാമങ്ങൾ പോലും മനോഹരമാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, ടു ഹിം ബിലോങ് ഓൾ ദ ഹാൻസം നെയിംസ്. എല്ലാ മനോഹരമായ പേരുകളും അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹുവിന്റെ ഇസ്മുകളാണ് റഹ്മാനുർ റഹീമുൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാം അൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. സർവമാന അധികാരത്തിന്റെയും സർവമാന ഐശ്വര്യത്തിന്റെയും എല്ലാ ഗുണങ്ങളും ഒരുമിച്ച് കൂടിയ അള്ളാഹു. ആ റബ്ബിന്റെ നാമം മനോഹരം എന്ന് മാത്രമല്ല, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു ഭംഗിയുള്ളവനാണ്, ഭംഗി അള്ളാഹുവിന് ഇഷ്ടവുമാണ്. മസീഹുദ് ദജ്ജാൽ, നീ ഒറ്റക്കണ്ണനാണ്, നിനക്കൊരു കണ്ണല്ലേ ഉള്ളൂ. അള്ളാഹു ന്യൂനതയുള്ളവനല്ല, സത്യവിശ്വാസികൾ പറയും. ചില കാർട്ടൂൺ ഫിഗറുകൾ ഒറ്റക്കണ്ണന്മാരായ ചില മഞ്ഞ കുട്ടികൾ കാണാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ? എന്താണ് കുട്ടികളുടെ പേരെന്നാണ്? ഡിസ്പെക്റ്റബിൾ മീയൊക്കെയാണ് കൊണ്ടുവന്നത്. എന്തൊന്നും അറിയാത്ത പോലെ ആ കുട്ടിക്ക് എന്തെങ്കിലും പേരുണ്ടോ? ഒറ്റക്കണ്ണിലുള്ള കുറച്ച് ബമ്മക്കുട്ടികളല്ലേ? ചില ടോയ്കളും കാണുന്നുണ്ട് അങ്ങനെ. ചില ഗെയിമുകൾ അങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഒരു കണ്ണ്, നടുവിലൊരു കണ്ണ് മാത്രം, മൂക്കില്ല, വായില്ല, ഒന്നുമില്ല. ഇതൊക്കെ ചെറിയ ബ്രെയിൻ വാഷിങ്ങിന്റെ ചില സൂചനകളാണ്. ഇങ്ങനെയുള്ള ആളൊക്കെ വരാൻ പോകും. നല്ല ഇപ്പൊ എങ്ങനെ ഒറ്റക്കണ്ണിന് മാത്രം കൊടുക്കുക? $1 പുറത്തുള്ള ആ ഒരു ട്രയാങ്കിളിന്റെ മുകളിൽ ഒറ്റക്കണ്ണ് കാണുന്ന പോലെ മസീഹുദ് ദജ്ജാലിന്റെ ചിഹ്നമാണത്. സർവ്വത്തിന്മയുടെയും ആളുകൾ ഉദ്ധരിക്കുന്നത് മസീഹുദ് ദജ്ജാലിന്റെ ഒറ്റക്കണ്ണാണ്. അവൻ ഒറ്റക്കണ്ണനാണ്. ഈ കാർട്ടൂൺ ഫിഗറൊക്കെ നമ്മുടെ ചെറിയ മക്കൾ ഇങ്ങനെ കണ്ടു തുടങ്ങിയാലേ മസീഹുദ് ദജ്ജാൽ, ആ കുഴപ്പമില്ല, നമ്മളെ ഗെയിം കാണുന്ന ആളാണല്ലോ പോയി ലൈവായിട്ട് വന്നത്, അത്രേ പറയുള്ളൂ. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. സത്യവിശ്വാസികൾ പറയും, അള്ളാഹു ഇങ്ങനെ ന്യൂനതകളുള്ളവനല്ല.
അള്ളാഹു ന്യൂനതയുള്ളവനല്ല, നീ ഒറ്റക്കണ്ണനാണ്, വികൃതനാണ്. അള്ളാഹു ഇങ്ങനെയല്ലല്ലോ, ഞങ്ങളുടെ റബ്ബ് എത്രയോ പരിശുദ്ധനാണ്. അതുമാത്രമല്ല, നിന്റെ നെറ്റിയിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ടല്ലോ കഫറ, അവിശ്വാസിയാണ് എന്ന ആ ഒരു വാക്ക് നിന്റെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ടല്ലോ. ഇത് ഈമാനുള്ളവരുടെ കണ്ണുകൊണ്ട് വായിച്ചെടുക്കാൻ കഴിയും. മുസ്ലിമാണോ? അറബ് എഴുതാനും വായിക്കാനും പഠിച്ചില്ലെങ്കിൽ പോലും ഈ മൂന്നക്ഷരങ്ങൾ വായിച്ചെടുക്കാൻ കഴിയും. യഖറഉഹു കുല്ലു മുഅ്മിനിൻ കാതിബിൻ വഗൈരി കാതിബ്. എഴുത്തും വായനയും അറിയുന്നവരും അറിയാത്തവരുമായ സർവ്വ മുഅ്മിനീങ്ങൾക്കും, കണ്ണ് കാണുന്നവർക്കും കാണാത്തവർക്കൊക്കെ ഇവന്റെ കഫറ കാണാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവങ്ങനെ പറയും, നീ അവിശ്വാസിയാണ്. പിന്നെ ഞങ്ങളുടെ റസൂല് പറഞ്ഞു, നിനക്ക് ഞങ്ങളുടെ മക്കയിലും മദീനയിലും ജെറൂസലേമിലെ മസ്ജിദുൽ അഖ്സായിലും നിനക്ക് കടക്കാൻ കഴിയില്ലല്ലോ. ഈ അടയാളങ്ങൾ 4 നോക്കിയിട്ട് സത്യവിശ്വാസികൾ പറയും, അൻത കദ്ദാബ്, നീ നുണയനാണ്, നുണ പറയുന്ന ആളാണ്. ദജ്ജാൽ എന്ന വാക്കിന്റെ അർത്ഥവും അത് തന്നെയാണ്, വലിയ കളവ് പറയുന്ന ആളെന്നാണ്. വലിയ കളവ് പറയുന്ന ആളെന്നാണ് ആ വാക്കിന്റെ തന്നെ അർത്ഥം. അങ്ങനെ വിശ്വാസികൾ അവനെ തിരിച്ചറിയും. ദീനിൽ ഒരു ഫിത്നയുമായി വരുന്ന ആളാണത്. 7 ഗുഹാവാസികൾക്കുണ്ടായ ഫിത്ന എങ്ങനെയാണ്? സൂര്യനെ ആരാധിക്കണമെന്ന അവിടുത്തെ രാജാവ് പറഞ്ഞത്, അത് ഞങ്ങൾക്ക് സാധ്യമല്ലെന്ന് പറഞ്ഞ് ആ ദഖയാനൂസ് എന്ന് പറയുന്ന രാജാവിൽ നിന്ന് ഓടി ഒളിച്ചുപോയ 7 യുവാക്കളുടെ ചരിത്രമാണത്. അങ്ങനെ ഒരു ഫിത്ന വന്നാൽ എങ്ങനെയാണ് നമ്മൾ അതിനെ അതിജീവിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കഥ വിവരിച്ചു തന്നതിന്റെ ശേഷം എന്താണ് അതിന്റെ പ്രതിവിധി എന്നുകൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. നബിയെ, നിങ്ങൾക്ക് ദീനിൽ ഒരു ഫിത്ന വന്നാൽ ഒറ്റക്ക് ജീവിച്ചാൽ തിന്മയിലായി പോകും. ഒറ്റക്ക് നടന്നാൽ പ്രേമത്തിലും അനുരാഗത്തിലും കള്ളുഷാപ്പിലും വ്യഭിചാരശാലയിലും ഇങ്ങനെ വഴിതെറ്റിപ്പോകുന്ന പക്ഷം ഈമാൻ രക്ഷപ്പെടുത്താൻ നബിയെ ഉമ്മത്തികൾക്ക് പറഞ്ഞു കൊടുക്കണം. വസ്ബിർ നഫ്സക്, നിങ്ങൾ ക്ഷമയോടുകൂടെ നിലനിന്നു പോരണം. ആരുടെ കൂടെ? മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി, രാവിലെയും വൈകുന്നേരവും. ഒരു ദിവസത്തിന്റെ 2 അക്ഷങ്ങളിൽ ആരംഭവും അവസാനവും നല്ലതാണെങ്കിൽ അതിന്റെ ഇടയിലുള്ളത് ഡെഫിനറ്റ്ലി നല്ലത്. മുഴുസമയവും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന സത്യവിശ്വാസികളോടുകൂടെ നിങ്ങൾ ക്ഷമയോടുകൂടെ നിന്നുപോരേണമേ. നിങ്ങൾ ഒറ്റക്ക് നടക്കരുത്, ഒരു സംഘത്തിന്റെ കൂടെയാവുക. മുഅ്മിനീങ്ങളുടെ ഒരു സംഘത്തിന്റെ കൂടെ നിൽക്കണം. എപ്പോഴും ഒറ്റക്കായി കഴിഞ്ഞാൽ പിശാച് തട്ടിക്കൊണ്ടുപോകും. ഇന്നമാ യഅകുലു الذئബു മിനൽ ഗനമിൽ ഖാസിയ, ഒറ്റക്ക് നടക്കുന്ന ആടിനെയാണ് ചെന്നായ പിടിച്ചു കൊണ്ടുപോവുക. സിംഹം മാനിനെ പിടിക്കുന്ന കഥ കണ്ടിട്ടില്ലേ? ഒറ്റക്ക് നടക്കുന്നവരെയാണ്. ബാക്കിലോ അല്ലെങ്കിൽ മുമ്പിലോ ഒറ്റ കൂട്ടത്തിന്റെ നടുവിലേക്ക് അറ്റാക്ക് ചെയ്യാൻ വലിയ ധൈര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഒറ്റക്ക് നിന്നാൽ പ്രശ്നമാണ്. മുഅ്മിനീങ്ങളുടെ ഒരു സംഘത്തിന്റെ കൂടെയാവണം. നബിയെ, ക്ഷമയോടുകൂടെ കടന്നുകൂടണം. ക്ഷമയോടുകൂടെ എന്റെ അർത്ഥം എന്താണെന്നറിയോ? മുഅ്മിനീങ്ങളുടെ കൂടെ നടക്കുന്ന കുറച്ച് ക്ഷമ വേണ്ടിവരുന്നു. അവരുടെ ചില നിലപാടുകൾ നമ്മൾ ശീലിച്ച നിലപാടിനോട് എതിരായിരിക്കും. ഗാനമേള പോവല്ലേ? ഞാനില്ല കുട്ടിയെ, നമുക്കത് പറ്റൂല. മുഅ്മിൻ അങ്ങനെയാ പറയാം. മറ്റവന് പോകേണ്ടി വരൂ. സിനിമക്ക് പോവല്ലേ? ഞാനില്ല പോനെ, അവിടെ സ്വലാത്ത് തന്നെ, ഞാൻ അങ്ങോട്ടാ പോണത്. ഇങ്ങനെ ഒന്ന് ക്ഷമിക്കേണ്ടി വരും. അതങ്ങ് ശീലായി കഴിഞ്ഞാൽ പിന്നെ നിനക്കത് ഇഷ്ടമാവും. നീ മറ്റുള്ളവരെ വിളിക്കാൻ തുടങ്ങും. പക്ഷെ ആദ്യത്തെ നിനക്കത് പ്രയാസം തോന്നും. ഇവരുടെ കൂട്ടത്തിലാണ് വർഷനെനിക്ക് വിരാന്താവുമല്ലോ എന്നൊക്കെ നിനക്ക് തോന്നി. ഒന്നും ആവൂല, അതൊന്നും വരൂല. ഒന്ന് ക്ഷമയോടുകൂടെ മുഅ്മിനീങ്ങളുടെ കൂടെ നിൽക്കണമേ. വസ്ബിർ നഫ്സക, വസ്ബിർ നഫ്സക്, അങ്ങയുടെ ശരീരത്തെ ക്ഷമ പാലിപ്പിക്കണം. എന്തിന്? മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹ, അല്ലാഹുവിന്റെ തിരുമുഖമല്ലാതെ, അല്ലാഹുവിന്റെ ദാത്തല്ലാതെ, റബ്ബിനെയല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കാത്ത ആളുകളോട് കൂടെ നിൽക്കണം നബിയെ. അത് നിങ്ങൾക്ക് ഈമാൻ രക്ഷപ്പെടാൻ കാരണമാണ്. ഈമാൻ രക്ഷപ്പെടണമെങ്കിൽ ഇതാണ് ആവശ്യം, അസ്സുഹ്ബത്തു സ്വാലിഹ. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ ആളുകൾ തമ്മിൽ നല്ല സൗഹൃദ ബന്ധം വേണമെന്നാണ്. ഒറ്റയ്ക്ക് നടക്കുന്നവരാണ് പല തിന്മയും ചെയ്തു പോവുക.
അതുകൊണ്ടാണ് യാത്ര പോകുമ്പോൾ ഒരാൾ പോകണ്ട, പറ്റുമെങ്കിൽ 3 ആള് മിനിമം ഒരു സംഘമായിട്ട് യാത്ര പോകണം എന്ന് നബി തങ്ങൾ പറയാൻ കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റക്ക് കൊടുത്ത് ഇവിടുന്ന് ചൈനയ്ക്ക് ടിക്കറ്റ് എടുത്ത് പോയാൽ ഓൻ തിരിച്ചു വരുമ്പോൾ എന്തൊക്കെ ചെയ്ത് ഓനും പഠിച്ചവരനെ അറിയുള്ളൂ. എന്റെ കൂടെ ആരുമില്ലല്ലോ. 2 ആളുണ്ട്, ഇവർ 2 ആളും ഒക്കണം, എന്നാലിപ്പോ നടക്കുള്ളൂ. ആദ്യം നമ്മൾ മുഅ്മിനീങ്ങളുടെ കൂടെയാ പോകുന്നത്, എന്നാൽ തന്നെ ഏകദേശം. എന്നാലും ഒരു പിശാച്ച് 2 പേരെയും ഒന്ന് നമ്മൾ 2 ആളെ മാത്രം അറിഞ്ഞാൽ മതിട്ടോ, ഇനി ആരോടും പറയണ്ടെന്ന് പറഞ്ഞാൽ 3 ആളെ കൊണ്ട് കൺഫ്യൂസ് ചെയ്യിക്കണമെങ്കിൽ ഇച്ചിരി പ്രയാസം ഉണ്ടാവും. 3 ആൾ റാക്കിബു ശൈത്താനുൻ, ഒരു ഒറ്റക്ക് യാത്ര പോകുന്നവൻ ഒരു ശൈത്താനാണ്. വറാക്കിബാനി ശൈത്താനാനി, 2 ആളുകൾ 2 പിശാചുക്കളാണ്. വസ്സലാസതു റക്ബുൻ, 3 പേർ, അതാണ് ഒരു യാത്രാ സംഘം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൂട്ടത്തിൽ പോവാൻ. ഇപ്പൊ നാട്ടിൽ പോകുമ്പോൾ എക്സ്പ്രസിന് 3 ആൾക്ക് ടിക്കറ്റ് എടുക്കണം എന്നാ പറഞ്ഞത്. അതല്ല, നിവൃത്തില്ലാത്തപ്പോ എന്ത് ചെയ്യും? കൂടെ ഒരാളെ കൂട്ടാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യാ, ഒരു 3 ആളായിട്ട് പോവാ. അതൊരു നല്ലതാണ്. ഒന്നുമില്ല, 2 ആളായ വർത്താനം പറഞ്ഞ് ബോറടിക്കും. 3-മതൊരാളുണ്ടെങ്കിൽ എന്തെല്ലാം രസം ഉണ്ടാവും. യാത്രയിൽ തമാശ പറയുന്നവർ വേണമെന്ന്, അവിടെ ശ്വാസം പിടിച്ചിരിക്കുകയാണെങ്കിൽ യാത്രക്ക് എന്താ അനുഭവം? നബി തങ്ങളൊക്കെ യാത്രയിൽ സഹാബികളിൽ നല്ല കവിതകൾ ചൊല്ലാൻ പറ്റുന്നവരോട് കവിത ചൊല്ലാൻ പറയാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാത്ര പോകുമ്പോൾ തമാശ പറയാൻ പറ്റുന്നവരോട് തമാശ പറയിപ്പിക്കാറുണ്ട് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കേട്ട് തങ്ങൾ ചിരിക്കും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാത്രയിൽ അങ്ങനെയൊക്കെ വേണ്ടി വരും. യാത്രയിൽ അങ്ങനെ ശ്വാസം പിടിച്ചിരുന്നാൽ അപ്പോ നബി തങ്ങളുടെ ജീവിതം വളരെ വളരെ ഡൈവേഴ്സാണ്, വളരെ മനോഹരമാണ്. അപ്പൊ ഒറ്റക്കായി പോയാൽ പിശാച് തട്ടിക്കൊണ്ടുപോകും. ആരും അറിയില്ലല്ലോ എന്നൊരു തോന്നൽ വരും. കൂടെയാകുമ്പോ കൂടുള്ളവൻ എങ്ങാനവൻ കാലുമാറിയാ പഠിച്ചോനെ എന്റെ കുടുംബം തെറ്റുമല്ലോ എന്നെങ്കിലും അവൻ വിചാരിച്ചേക്കും. അതുകൊണ്ട് വല്ല തിന്മയും ചെയ്യാതെ പിന്മാറിയേക്കും. നിങ്ങൾ എന്ത് ചെയ്യുക? മുഅ്മിനീങ്ങളുടെ കൂടെ നിൽക്കണേ. അസ്സുഹ്ബത്തു സ്വാലിഹ, ദീനിൽ ഒരു ഫിത്ന വരാതിരിക്കാൻ ഏറ്റവും നല്ലത് അതാണ്, മുഅ്മിനീങ്ങളുടെ കൂടെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ റൈറ്റും ലെഫ്റ്റുള്ള ആൾക്കാരുടെ പേര് നിങ്ങൾക്കൊക്കെ അറിയോ? ആരും പരിചയപ്പെട്ടിട്ടില്ല. ഇങ്ങനെ ഇരിക്കണം, റോബോട്ട് ഇരിക്കണ പോലെ അപ്പുറത്താരാ ഇപ്പുറത്താരാൻ പരിചയപ്പെടാതെ ഇരിക്കണത്. സുബ്ഹാനല്ലാഹ്. എന്നാ ഒന്ന് വലതുഭാഗത്തുള്ളവർക്കൊക്കെ ഒരു സലാം പറഞ്ഞു, ഒന്ന് പേരൊക്കെ ചോദിച്ചു വെച്ചാണ് ഞാൻ വെള്ളം കുടിക്കട്ടെ. സലാം പറഞ്ഞു, എന്താ പേര്, എവിടുന്നാ വരുന്നൊക്കെ ഒരു പരിചയപ്പെട്ടു. മതി 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 മതി, നാട്ടിലെ കഥയൊന്നും ചോദിക്കാൻ പറഞ്ഞു, പേര് മാത്രം. പേരിന് എത്ര വർത്താനം വരേണ്ടി വരുമോ? ഒരു പേര് ചോദിക്കുക. എവിടെയാണ്? പരിചയപ്പെട്ടില്ലേ? ഇല്ല. ആണുങ്ങൾ വേഗം പരിചയപ്പെടും, പെണ്ണുങ്ങൾ 4 മണിക്കൂർ പരിചയപ്പെട്ടാലും എന്നാ പിന്നീട് ബാക്കി പിന്നെ പറയട്ടോ, ഇനി അടുത്ത ക്ലാസ്സിന്. പെണ്ണുങ്ങൾ അങ്ങനെ പിരിയുക. നമ്മൾ വന്നാൽ ശരിയാന്ന് പറഞ്ഞ് നമ്മൾ പോരും. അപ്പൊ ഇൻഷാ അല്ലാഹ് പരിചയപ്പെടണം, നല്ല ബന്ധങ്ങൾ ഉണ്ടാവണം, നല്ല കൂട്ടുകെട്ടുകൾ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മുഅ്മിനീങ്ങളുടെ കൂട്ടുകെട്ട് അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ. ഞാൻ തമാശ പറയില്ല, നമ്മൾ ക്ലാസ്സിൽ വന്നിരിക്കും, എന്ത് ചെയ്യുക, തൊട്ടടുത്തുള്ള ആളെങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് പരിചയപ്പെടാം. അങ്ങനെ 4 ആഴ്ച ഒരു 5 ആഴ്ച കഴിയുമ്പോൾ ഒരു നല്ല ബന്ധമായിട്ട് മാറും. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, അത് പൈസ കടം വാങ്ങാനുള്ള ബന്ധമല്ല. അല്ലാഹ് ചിലർ എന്താ പണി, എത്ര ശമ്പളം എന്നൊക്കെ ചോദിച്ചു നോക്കും. മുതലാക്കാനുള്ള ബന്ധമല്ലേ, മുതലാക്കരുത്, മുതലെടുപ്പ് നടത്തരുത്. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ഒരു നല്ല സൗഹൃദം. നമ്മളൊക്കെ ഒരുമിച്ചൊരു ദീനിന്റെ ക്ലാസ്സിൽ വന്നിരുന്നവരല്ലേ, അൽഹംദുലില്ലാഹ്, അതൊക്കെ ഒരു നല്ല കാര്യമല്ലേ. അൽഹംദുലില്ലാഹ്. അപ്പോ അതാണ് ഈ പറഞ്ഞത്, മഅയ്യത്തു സ്വാലിഹ, മുഅ്മിനീങ്ങളുടെ കൂടെ നിൽക്കാനുള്ള ഒരു ഭാഗ്യം. അത് ദീനിൽ ഒരു ഫിത്ന വരാതിരിക്കാനുള്ള കാരണം. അതുകൊണ്ട് അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം കഴിഞ്ഞ് 28-ാമത്തെ ആയത്തിലാണ് അല്ലാഹു ഇത് പറയുന്നത്. ആ ചരിത്രം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ പ്രതിവിധി ഇന്നതാണ്. നിങ്ങൾക്കൊരു ഫിത്ന വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ മുഅ്മിനീങ്ങളുടെ കൂടെ നിൽക്കിൻ. പിശാച് തട്ടിക്കൊണ്ടുപോവില്ല. നിങ്ങൾക്ക് ഒരു നല്ല സംരക്ഷണം തോന്നും. ഒറ്റയ്ക്ക് അമല് ചെയ്യാൻ പ്രയാസം തോന്നും, കൂട്ടത്തിലാകുമ്പോൾ രസം. അങ്ങനെയാണ് നമ്മുടെ സ്വലാത്തിന്റെ മജ്‌ലിസിലും ദിക്റിന്റെ മജ്‌ലിസിലൊക്കെ ആളുകൾ വർദ്ധിക്കുന്നത്. അങ്ങനെയാണ്. കൂട്ടത്തിലാകുമ്പോൾ ഒരു വലിയൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും, നല്ലൊരു എനർജി വരും നമുക്ക്. അള്ളാഹു നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നീട് അല്ലാഹു തആല ഫിത്നത്തുൽ മാൽ, സമ്പത്തിന്റെ ഫിത്ന പറഞ്ഞു. ആ ഫിത്നയും പിശാചിന്റെ മസീഹ് ദജ്ജാലിന്റെ ഫിത്നയിൽ വരുന്നൊരു ഫിത്നയാണ്, സമ്പത്തിന്റെ ഫിത്ന. അതങ്ങനെ നബി തങ്ങൾ പറഞ്ഞ് വിശദമായി പറഞ്ഞ ഹദീസുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ വിശദമായിട്ട് പറഞ്ഞു, മസീഹ് ദജ്ജാൽ വന്നാൽ അവന്റെ കൂടെ കൂടിയ ആളുകൾക്ക് മുഴുവനും സമ്പത്ത് വർദ്ധിക്കുമെന്നാണ്. അതൊരു ഫാക്റ്റാണ്. അവന്റെ കൂടെ കൂടിയവർക്ക് മുഴുവനും ഭയങ്കര ബിസിനസ്, ഭയങ്കര കച്ചവടം. മുഅ്മിനീങ്ങളായ ആളുകളിൽ അവൻ നുണ പറയുന്ന ആളാണ്, അവൻ കള്ളനാണ്, അവൻ ദജ്ജാലാണ് എന്ന് പറയുന്നവർക്ക് സർവ്വനാശങ്ങളും സംഭവിക്കും.
അവരുടെ ആടുമാട് ഒട്ടകങ്ങൾ മെലിഞ്ഞൊട്ടിപ്പോകും. അന്നത്തെ സാമ്പത്തിക ഇടപാടുകൾ, സാമ്പത്തിക അടയാളങ്ങൾ ആടുമാട് ഒട്ടകങ്ങളാണ്. തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഅ്മിനീങ്ങളുടെതൊക്കെ ഉണങ്ങിപ്പോവും, പാലെന്നെ കിട്ടുന്നില്ല. എന്നാൽ അവിശ്വാസികളുടേത്, ഇവന്റെ കൂടെ വിശ്വസിച്ചവർക്ക് ഇഷ്ടം പോലെ പാലുകൾ, ഇഷ്ടം പോലെ സമ്പത്ത്, എല്ലാം അവരുടെ തോട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് കായ്ക്കനികളാൽ. പക്ഷേ സത്യവിശ്വാസികളുടേത് ഉണങ്ങിപ്പോയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഫിത്ന സമ്പത്ത് കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. ഇത് നമ്മൾ ഇവിടെ ഗൾഫിലൊക്കെ ജീവിക്കുന്ന ആളുകളാണ്. അബുദാബിക്കാരോ ദുബൈക്കാരോ ആരായിരുന്നാലും നമ്മളൊക്കെ ഇവിടെ ഒരു ജീവിക്കാനുള്ള വരുമാനം നോക്കി വന്ന ആളുകളാണ്. നമ്മളിവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അള്ളാഹു തആല കുറെ തരലും കുറച്ചു തരലോ അതൊന്നല്ല വിഷയം. അള്ളാഹു എന്ത് തരുന്നുവോ അതിൽ ബറക്കത്ത് തരാൻ വേണ്ടി ചോദിക്കണം അള്ളാഹുവിനോട്. എത്രയോ ആളുകൾ 1500 രൂപയ്ക്കും 2000 രൂപയ്ക്കും ജോലി ചെയ്ത ആളുകൾ ആ സമയത്ത് സേവ് ചെയ്തിരുന്ന പോലെ ഒരു 5000 6000 കിട്ടുന്ന സമയത്ത് സേവ് ചെയ്യാൻ പറ്റണില്ല. എന്റെ ആ നേരത്ത് നല്ലതായിട്ട് അള്ളാഹുവിനോട് അടുത്തിരുന്നു, അല്ലെങ്കിൽ അമലൊക്കെ കുറച്ച് കൂടിയിരുന്നു. പൈസ കൂടിയപ്പോൾ പിന്നെ തിരക്ക് കൂടിപ്പോയി, പിന്നെ നമുക്ക് അതിന് സാധിക്കുന്നില്ല. ബറക്കത്ത് അള്ളാഹു എടുത്തുകൊണ്ടുപോയാൽ പിന്നെ കുറെ കിട്ടിയിട്ടെന്താ കാര്യം? ബറക്കത്തിനെ ചോദിക്കണം. അതുമാത്രമല്ല, അള്ളാഹു പറഞ്ഞ പോലെ നമ്മൾ ജീവിക്കുകയാണ്, എന്നിട്ട് നമ്മൾ ഡൗൺ ആവുകയാണെങ്കിൽ വിഷമിക്കരുത്. അതൊരു വലിയ വിഷയമാണ്. കച്ചവടം നഷ്ടപ്പെടുന്ന ആളുകൾക്കാണ് അതിന്റെ വേദന അറിയാം. വലിയ വലിയ ബിസിനസ്സുകാരായ ആളുകൾ ഒരു ദിവസം സാധാരണക്കാരനായി, അതുമാത്രമല്ല തന്റെ കൂടെ ജോലി ചെയ്തവന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മുതലാളിമാർ, നിനക്ക് നടക്കണില്ലേ? ഇതൊക്കെ അള്ളാഹു 1-2 ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ കാണിച്ചു തരും. വിഷമിച്ചു പോകരുത്. ചിലപ്പോൾ അള്ളാഹു തരും, ചിലപ്പോൾ അള്ളാഹു എല്ലാം കൊണ്ടുപോകും. ഒരുപാട് ആരോഗ്യം തന്ന് അള്ളാഹു ആരോഗ്യം തിരിച്ചു കൊണ്ടുപോകുന്ന പോലെ സമ്പത്ത് തന്ന് അള്ളാഹു ഇത് കൊണ്ടുപോകും. അള്ളാഹുവിന്റെ സമ്പത്താണ്, അള്ളാഹുവിന്റെ ശരീരമാണ്, അള്ളാഹുവിന് ഇഷ്ടമുള്ളത്. വലഹു ഹഖ്ഖു തസറുഫ്, അള്ളാഹുവിന് വേണ്ടതുപോലെ അള്ളാഹുവിന് അത് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എങ്ങാനും സമ്പത്ത് നമുക്ക് കുറഞ്ഞുപോയി, നമുക്ക് കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചു പോയി, അള്ളാഹു ഇഷ്ടപ്പെടുന്ന പോലെ നമ്മൾ ചെയ്യുന്ന കച്ചവടമാണ്, അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ചെയ്യുന്ന കച്ചവടമാണ്. എന്നിട്ടതിൽ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിരാശപ്പെടരുത്. എന്റെ റബ്ബിന് എന്തെങ്കിലും ഒരു ഖൈറായ തീരുമാനം കാണും. അതാണ് എന്റെ റബ്ബ് എനിക്കെന്തോ ഒരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ഒരു യാഥാർത്ഥ്യമുണ്ട്, നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ അങ്ങ് തീർന്ന് ഇല്ലാതെയായി നമ്മളങ്ങ് വിഷമിച്ചു കഴിഞ്ഞാൽ ആ നേരത്ത് നമ്മൾ അള്ളാഹുവിനോട് അടുക്കുന്ന ആ ഒരു അടുപ്പൊന്നും പൈസ ഉണ്ടാവുമ്പോ വരുന്നില്ല. ആ ഒരു രസം ഒരു മനസ്സിൽ വരൂല. അങ്ങനെയാണ് ശരീരത്തിൽ രോഗം വന്ന്, വേദന വന്ന്, വലിയ വലിയ അസുഖങ്ങളുള്ള ആളുകൾ പടച്ചവന്റെ രോഗം നീ ശിഫയാക്കി തരണേ അല്ലാ എന്ന് ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിന്റെ ആഴം, തടിക്ക് ഒരു കുഴപ്പമില്ലാത്തവൻ ദ്വാരന കിട്ടൂല. യാഥാർത്ഥ്യമല്ലേ? കയ്യിൽ 5 പൈസ ഇല്ലാതെ പടച്ചവനെ നീ തരണേ എന്ന് ചോദിക്കുന്നവന്റെ ആ ഒരു ചോദ്യത്തിന്റെ ആ ഒരു കഴമ്പ് ഒരു ബുദ്ധിമുട്ടറിയാതെ ജീവിക്കുന്നവന്റെ ചോദ്യത്തിൽ വരുന്നില്ല. അള്ളാഹുവിനോടുള്ള അടുപ്പം അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ, ഒരു വേള ഒന്ന് തിരിച്ചു റബ്ബിലേക്ക് വിളിക്കാൻ അള്ളാഹു നമ്മളെ തളർത്തിയേക്കും. അതിൽ വിഷമിച്ചു പോകരുത്. ഫിത്നത്തുദ്ദീൻ, മസീഹ് ദജ്ജാലിന്റെ കൂടെ കൂടിയവർക്ക് സമ്പത്തും അവൻ അവിശ്വസിച്ചവർക്ക് ദാരിദ്ര്യവും അള്ളാഹു നൽകുമെന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? നബി തങ്ങൾ പറഞ്ഞതെല്ലാം സംഭവിച്ചില്ലേ? ആയിരക്കണക്കിന് തങ്ങളുടെ പ്രവചനങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. ഇനി സംഭവിക്കാൻ പോകുന്ന ചില സംഭവങ്ങൾ മസീഹ് ദജ്ജാലിന്റെ ഈ പരാമർശങ്ങൾ, മസീഹ് ദജ്ജാലിനെ കുറിച്ചുള്ള ഈ പരാമർശങ്ങളാണ്. അത് നടക്കാൻ പോവാണ്. ഇങ്ങനെ സംഭവിക്കും. മുഅ്മിനീങ്ങൾ പതറിപ്പോകരുത്. ഞാൻ അള്ളാന്റെ മാർഗത്തിലാണ്, ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. ആരെയും വഞ്ചിച്ചോ പറ്റിച്ചിട്ടുണ്ടോ പൊരുത്തപ്പെടിക്കുക, അവർക്ക് തിരിച്ചു കൊടുക്കുക. അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ അള്ളാഹു എന്നെ പരീക്ഷിക്കുകയാണ്. തൊട്ടടുത്ത് നല്ല കച്ചവടം, ഇപ്പോഴത്തെ കച്ചവടമല്ല. എന്തോ അള്ളാഹുവിന്റെ ചില തീരുമാനമാണ്. തന്നതും പിടിച്ചു വെക്കുന്നതും ഒക്കെ അള്ളാഹുവിനുള്ളതാണ്. ഈ ഒരു മനസ്സ് നമുക്ക് വന്നാൽ ഒരു ടെൻഷനും ഉണ്ടാവില്ല. പ്രമോഷൻ കിട്ടേണ്ടതായിരുന്നു, മറ്റേ ആള് പാര വെച്ച് നഷ്ടം, അങ്ങനെയൊന്നുമില്ല. അള്ളാഹു തരാൻ വിചാരിച്ച ആർക്കും തടഞ്ഞു വെക്കാൻ പറ്റൂല. അത്രയേ ഉള്ളൂ. വലിയൊരു ഡീൽ ബിസിനസ് സൈൻ ചെയ്യാനുള്ളതായിരുന്നു, തലേന്ന് വെച്ച് വേറെ ഏതോ പാർട്ടിക്കാർ തട്ടിയെടുത്തു. നിങ്ങൾക്ക് കിട്ടാനുള്ളത് അള്ളാഹു നിങ്ങൾക്ക് തരാൻ വിചാരിച്ചോ, നിങ്ങളുടെ കമ്പനിക്ക് തരാൻ വിചാരിച്ചോ, അത് വന്നു. അള്ളാഹു തരാൻ വിചാരിക്കാത്തത് വന്നിട്ടില്ല. ഇതല്ലേ നമ്മുടെ ഈമാൻ? അങ്ങനെയല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്? وَضْرِبْ لَهُم مَّثَلَ الرَّجُلَيْنِ جَعَلْنَا لِأَحَدِهِمَا جَنَّتَيْنِ مِنْ أَعْنَابٍ وَحَفَفْنَاهُمَا بِنَخْلٍ وَجَعَلْنَا بَيْنَهُمَا زَرْعًا.
രണ്ടാളുകളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കണം നബിയെ. അതിൽ ഒരാൾക്ക് നാം വലിയ തോട്ടങ്ങൾ കൊടുത്തു. ജന്ന എന്ന വാക്കിന് സ്വർഗം എന്നർത്ഥമുണ്ട്, പിന്നെ സാധാരണ ഗാർഡൻ തോട്ടം എന്നും അർത്ഥമുണ്ട്. നബിയെ ഒരാൾക്ക് കൊടുത്തു, മറ്റാൾക്ക് കൊടുത്തില്ല. കൊടുത്ത ആള് അള്ളാഹുവിൽ അവിശ്വസിച്ച കാഫിറാണ്. കിട്ടാത്തവനോ അവന്റെ നേരെ സഹോദരൻ അള്ളാഹുവിൽ മുഅ്മിനായ ആളാണ്. നബിയെ ഇങ്ങനെ ഒരു പരീക്ഷണം ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ മനുഷ്യന്റെ സർവ്വസമ്പത്തും നാം എടുത്തു കളയുകയും ചെയ്തിട്ടുണ്ട്. ഫിത്നയാണ് സമ്പത്ത് കൊണ്ട് ഒരു മനുഷ്യന് വരുന്ന ഫിത്ന. ജോലി തിരക്കുകൊണ്ട് നിസ്കരിക്കാൻ പറ്റാത്തവർ എത്ര ഉണ്ട്? അത് സമ്പത്ത് കൊണ്ടുള്ളൊരു ഫിത്നയാണ്. ജോലി തിരക്കാണ്. മലയാളി ചോദിക്കുന്നുണ്ട്, ഇപ്പൊ ഫിനിഷ് ചെയ്യണം, ഡ്രാഫ്റ്റ് ചെയ്യണം, കത്ത് ലെറ്റർ അല്ലെങ്കിൽ ഈ മെയിൽ ചെയ്യണം, അതിന് റിപ്ലൈ ചെയ്യണം, അതിന് ആൻസർ ചെയ്യണം. തിരക്കോട് തിരക്ക്. ളുഹുറും അസ്റൊക്കെ നഷ്ടപ്പെട്ടു പോയി. പിന്നെ റൂമിൽ വന്നിട്ട് 5 വക്ത് ഒരുമിച്ച് ഖളാ കൂട്ടുന്നത്. ഇതൊക്കെ ഒരു ഫിത്നയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ തങ്ങൾ പറഞ്ഞ പോലെ ഒരു തെറ്റിന്റെ ശിക്ഷ വേറൊരു തെറ്റ് ചെയ്യലാണെന്ന്. ഒരു നന്മയുടെ പ്രതിഫലം, ഒരു നന്മ ചെയ്താൽ വേറൊരു നന്മ ചെയ്യാൻ അവസരമുണ്ടാകും എന്നതാണ്. ഇങ്ങനെ ഒരു തെറ്റിന്റെ ശിക്ഷ എന്ന് പറയുന്നത് ആ തെറ്റിന്റെ ശേഷം വേറൊരു തെറ്റ് നമ്മളിന്ന് സംഭവിച്ചു പോകും. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ, അള്ളാഹു മാപ്പ് തരട്ടെ. അങ്ങനെ ഒരു മനുഷ്യന് ഫിത്ന വരുന്നത് ഒരു സാധാ ഉദാഹരണം പറഞ്ഞത് മാത്രം. എങ്ങനെയെങ്കിലും ഒരു 5 മിനിറ്റ് നമുക്കതിന് സ്പെയർ ചെയ്തിട്ട് നിസ്കാരത്തിന് വേണ്ടി മാറ്റിവെക്കാൻ അടിയന്തരമായി നമ്മൾ പരിശ്രമിച്ചേ പറ്റൂ. അത് നമ്മുടെ ആഖിറത്തിന്റെയും കണ്ണടച്ച് ചെന്നാൽ അള്ളാഹുവിന് മുമ്പിലേക്ക് ചെല്ലുമ്പോഴുള്ള ജീവിതത്തിന്റെയും ഭാഗമാണ്. ഇവിടുത്തെ പൈസയൊക്കെ തീരും, ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്താൽ ഇല്ലെങ്കിലും മരിച്ചുപോയതൊക്കെ തീരും. പിന്നെ കബർക്കൊന്നും മുതലാളി വരൂല ചോദിക്കാൻ. അവിടെ കിടക്കുമ്പോൾ നമ്മുടെ ദീനെ സംബന്ധിച്ചാണ് ചോദ്യം വരിക. അതുകൊണ്ട് നമ്മൾ അതിന് സമയം കണ്ടെത്തിയേ പറ്റും. നബിയെ സമ്പത്തിന്റെ പേരിൽ ഇങ്ങനെ അള്ളാഹുവിനെ മറക്കുന്ന ആളുകൾ, ഇതിനെന്താണ് പ്രതിവിധി? എങ്ങനെയാ നമുക്ക് അങ്ങനെ ഇല്ലാതിരിക്കുക? എങ്ങനെയാ നമുക്കതിനെ മറികടക്കാൻ കഴിയുക? അതിനുള്ള മറുപടി അള്ളാഹു നൽകുന്നത് 45-ാമത്തെ ആയത്തിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَضْرِبْ لَهُم مَّثَلَ الْحَيَاةِ الدُّنْيَا كَمَاءٍ أَنزَلْنَاهُ مِنَ السَّمَاءِ فاختلط به نبات الأرض فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا. മഅരിഫത്തു ഹഖീഖത്തി ദുനിയ, അതിനെ സംക്ഷിപ്തമായി പറ. ഈ ദുനിയാവിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ഒരു പൈസ കൊണ്ടും ഒരാൾക്ക് ഫിത്ന വരില്ല. ദുനിയാവ് ഇത്രയേ ഉള്ളൂ. ഇതറിയലാണ് സമ്പത്ത് കൊണ്ട് ഫിത്ന വരാതിരിക്കാനുള്ള പ്രതിവിധി. അതാണ് ദീനിൽ ഫിത്ന വരാതിരിക്കാനുള്ള പ്രതിവിധി. എന്താണ്? അസ്സുഹ്ബത്തു സ്വാലിഹ എന്ന് പറഞ്ഞു നോക്കി. അസ്സുഹ്ബത്തു സ്വാലിഹ, നല്ല ആളുകളോടുകൂടെയുള്ള കൂട്ടുകെട്ട്. സമ്പത്ത് കൊണ്ട് ഫിത്ന വരാതിരിക്കാൻ മഅരിഫത്തു ഹഖീഖത്തി ദുനിയ, ഈ ദുനിയാവിന്റെ ഹഖീഖത്ത് എന്താണെന്ന് മനസ്സിലാക്കുക. അതാണ് അല്ലാഹു ഈ ആയത്തിൽ പറഞ്ഞിരുന്നത്. വദ്രിബ് ലഹും, അവർക്ക് പറഞ്ഞു കൊടുക്കൂ നബിയെ, മസലൽ ഹയാത്തി ദുനിയ, ഈ ലോകത്തിന്റെ ഉദാഹരണം, കമാഇൻ അൻസൽനാഹു മിനസ് സമാ, ആകാശത്ത് നിന്ന് നാം മഴയിറക്കുന്ന പോലെ, ഫഖ്തലത ബിഹി നബാതുൽ അർദ്, ഭൂമിയിലെ ചെടികളുമായി ആ വെള്ളം, മഴവെള്ളം കൂടിക്കലരുകയും, ഫഅസ്ബഹ ഹശീമൻ തദറൂഹു റിയാഹ്, ആ ചെടികൾ മുളച്ചു വന്ന് സമൃദ്ധമായി വളർന്നു വന്ന് വിളവെടുപ്പിന്റെ സമയമായപ്പോൾ, ഫഅസ്ബഹ ഹശീമൻ തദറൂഹു റിയാഹ്, കാറ്റടിച്ചു വന്ന്, ചുടുകാറ്റടിച്ച് മഞ്ഞയായി ഉണങ്ങിപ്പോയി കാറ്റത്ത് പാറിപ്പോകുന്ന ഒരു കൃഷിത്തോട്ടം പോലെ, ഒരു വയലെന്ന് സങ്കല്പിക്കുക. മഴ വന്ന് വെള്ളം കിട്ടി വളർന്നു വലുതായി കതിരുകളായി വന്നപ്പോൾ ഉറപ്പിച്ചു, ഇതാ ഈ വർഷത്തെ വിളവ് നമുക്ക് നന്നായി കിട്ടി എന്ന്. അപ്പോഴേക്കും അള്ളാഹുവിന്റെ ശിക്ഷ വരികയോ, ഒരു ചമന്ന കാറ്റടിക്കുകയോ, ഒരു ചുടുകാറ്റടിക്കുകയോ ചെയ്ത് മുഴുവനും കരിഞ്ഞ് മഞ്ഞയായി പിന്നെ കാറ്റടിച്ചു വീശുമ്പോൾ പറക്കുന്ന പോലെ. ഇത്രയുള്ളൂ നബിയെ ദുനിയാവ് എന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തേക്കണം. പൈസയുടെ പിന്നാലെ നടന്ന് ആഖിറം നഷ്ടപ്പെടുത്തുന്നവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇത് അള്ളാഹു ഇങ്ങനെ തരും, അള്ളാഹു ഇങ്ങനെ കൊണ്ടുപോവുകയും ചെയ്യും. ഇത് അടിസ്ഥാനമില്ലാത്തൊരു സംഗതിയാണ്. ഇന്നുണ്ട്, നാളല്ല. സമ്പത്ത് അള്ളാഹു ഒരുപാട് തന്നു. വലിയ വലിയ അസുഖങ്ങൾ വന്നാൽ ഹോസ്പിറ്റലിൽ കെട്ടിവെക്കാനുള്ള പൈസ ഉണ്ടാവുള്ളൂ. അതൊക്കെ ഇത്രയേ ഇതിനുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്റെ ആഖിറം ഇതിനു വേണ്ടി നഷ്ടപ്പെടുത്തരുത് എന്ന തിരിച്ചറിവുണ്ടാക്കി കൊടുക്കണം നബിയെ. നിസ്കരിക്കാൻ നേരല്ലാതെ ജോലി ചെയ്തിട്ട് കാര്യമില്ല. മുതലാളിയെ തൃപ്തിപ്പെടുത്തുന്നു, അള്ളാഹു തൃപ്തിയായിട്ടില്ല, എന്താ അതുകൊണ്ട് കാര്യം? അതുകൊണ്ട് നബിയെ ദുനിയാവും ജോലിയും പൈസയൊക്കെ ഇത്രയേ ഉള്ളൂ. അള്ളാഹുവിനോടുള്ള ഹക്ക്,
എന്ന് വിചാരിച്ച് നിസ്കരിക്കാൻ ഒരു 5 മിനിറ്റ് വേണമെന്ന് പറഞ്ഞ് അവിടെ പോയി 1 മണിക്കൂർ നിന്നിട്ട് വരിക, അത് ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ്. മുതലാളിമാരെ പറ്റിക്കുക, എന്താ നിസ്കരിക്കാനോ വയ്ക്കൂലേ? ചോദ്യം അങ്ങോട്ട്. എത്ര നേരം നിസ്കരിക്കാൻ? അരമണിക്കൂറോ? നല്ല തിരക്കുള്ള സമയത്തും പോയത് നിസ്കരിക്കാൻ വേണ്ടി. അവിടെ ചിന്തിട്ട് പിന്നെ നിങ്ങൾ വെറുതെ ഔറാദും ചൊല്ലി നടക്കണ്ട. എന്ത് ചെയ്യുക? അതൊക്കെ വന്നിട്ട് നടന്ന് ചൊല്ലിയാൽ മതി. കാരണം നിങ്ങളുടെ ജോലിയുടെ സമയമാണെങ്കിൽ വഞ്ചിക്കാൻ പാടില്ല, വഞ്ചന ചെയ്ത്. അപ്പോഴാ പിന്നെ ആരും പോകണ്ടെന്ന് സർക്കുലർ വരും. എന്താ കാരണം എന്നറിയോ? ആരെങ്കിലും 4 ആൾ പോയിട്ട് അവിടെ നിസ്കരിക്കുന്ന റൂം പോയിട്ട് വെടി പറഞ്ഞിരിക്കണ്ടാവും ജോലിന്റെ ഇടയിൽ. അപ്പൊ അങ്ങനെയും ചെയ്യരുത്. പരസ്പരം റെസ്പെക്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ മനസ്സിലാക്കി. നമ്മുടെ അമലാണ്, ജോലിയാണ്, അത് ഭംഗിയായിട്ട് ചെയ്യണം. ഇതിനിടയ്ക്ക് എനിക്ക് അള്ളാഹുവിനോട് ഒരു ബാധ്യത ഉണ്ട്, അതും കൂടെ ഒന്ന് ചെയ്തു വരട്ടെ. വളരെ ഭംഗിയായി. അൽഹംദുലില്ലാഹ്. ജോലിയാണ് എല്ലാം, ഇതിനപ്പുറം വേറൊന്നുമില്ല. കുടുംബം വേണ്ട, ഒന്നും വേണ്ട, ഒന്നും അങ്ങനെ ചിന്തിക്കരുത്. മുദ്രിബുലഹും മസലൽ ഹയാത്തി ദുനിയ, ഈ ദുനിയാവിന്റെ അവസ്ഥ ഇന്നതാണ്. പൈസയും സമ്പാദ്യമൊക്കെ ഇത്രയേ ഉള്ളൂ. ഇത് ഇന്നുണ്ട്, നാളെ അല്ലാഹു കൊണ്ടുപോയേക്കും. എത്രയോ ആളുകൾ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചു, വലിയ വലിയ സമ്പത്തുണ്ടാക്കി, വലിയ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. പക്ഷേ മോള് ഏതോ ഒരു ജാതിക്കാരന്റെ കൂടെ പോയി ഇനിയിപ്പോ അവളും അവളുടെ പുതിയാപ്പിളയും കൂടി ഇതിന് അവകാശം വേണമെന്ന് പറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? ഇയാൾ ഉണ്ടാക്കിയത് ഈ മോൾക്ക് വേണ്ടിയാ. മോള് ചാടിപ്പോയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഉണ്ടാക്കി വെക്കുന്നു. മക്കൾ നാളെ നമ്മുടെ കൂടെയുണ്ടോ? ആര് നമ്മുടെ കൂടെയുണ്ട്? ഇതൊന്നും നമുക്കറിയില്ല. ആർക്ക് വേണ്ടിയാണ് നമ്മളെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചത്? ഒന്നും അറിയില്ല. അള്ളാഹുവിനെ മറന്ന് ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാതെ അവരുടെ ശമ്പളം വെട്ടിച്ചുരുക്കി അങ്ങനെയൊക്കെയാണ് കഷ്ടപ്പെടുത്തുന്നത്. ജോലി കൊടുക്കുന്ന എംപ്ലോയേഴ്സ് ദയവ് ചെയ്ത് അവനവന്റെ എംപ്ലോയിക്ക് ഒരു മൈസത്ത് കഴിയാനുള്ള ശമ്പളം കൊടുക്കുന്നു പറഞ്ഞിട്ട് മാത്രം കൊണ്ടുവന്നാൽ മതി. മാൻ സപ്ലൈ ഒക്കെ ചെയ്യുന്ന ആളുകൾ ദയവ് ചെയ്ത് ചെയ്യണേ. 700 റുപ്യ ശമ്പളത്തിന് നാട്ടിൽ നിന്നൊരു ചെറുക്കം വന്നിട്ടുണ്ട്. എന്നിട്ടിപ്പോ 1 മാസം ശമ്പളം 700 കൊടുത്തു. സൂപ്പർ മാർക്കറ്റിലാണ്, ദുബൈയിലാണ്. ഇപ്പൊ പിടുത്തം തുടങ്ങിയല്ലോ. ഈ പിടുത്തം എന്ന് പറഞ്ഞാൽ 250 വിശക്കും പിടിക്കും. ഇനി എന്താ സാധനം ഉണ്ടാവുക? ഇങ്ങനെയൊക്കെ വഞ്ചിക്കുക. നാട്ടിൽ 50,000 കൊടുത്തിട്ടായി വരുന്നത്. തുച്ഛമായ ശമ്പളം കൊടുക്കുക, എന്നിട്ട് അതിന് പിടിക്കുകയും ചെയ്യുക. എന്ത് ഈ പിടുത്തം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ചങ്കിരി പിടിക്കല്ലേ? അതൊക്കെ ഒരു ജോലിക്ക് ഒരാളെ കൊണ്ടുവന്നാൽ ആ മനുഷ്യന്റെ വിസയും അതിന്റെ എക്സ്പെൻസും അതിന്റെ ലേബർ ചാർജും ഒക്കെ കൊടുക്കേണ്ടത് മുതലാളിയാണ്. അത് അയാൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഒരു ജോലിക്കാരനെ കൊണ്ടുവന്നാൽ മതി. ജോലിക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരിക, ആ മനുഷ്യനോട് ചെലവ് നീ തരണം, ടിക്കറ്റും നീ തരണം. ഇത് ഹക്ക് പ്രകാരം, ഈ രാജ്യത്തിന്റെ നിയമപ്രകാരം എംപ്ലോയർ കൊടുക്കേണ്ട കാര്യമാണ്, അല്ലേ? നമ്മൾ മലയാളികൾ പറ്റിക്കും. എന്നാ ഒപ്പിട്ടോ 2000 കൊടുക്കുന്നത് 900. ഈ രീതിയിൽ നമ്മൾ വഞ്ചിച്ചുണ്ടാക്കുന്ന സമ്പത്ത് നാളെ നമുക്ക് സങ്കടമായി വരും. ഇതൊന്നും അള്ളാഹു അനുഭവിക്കാൻ അവസരം തരൂല. നിങ്ങൾ ഇങ്ങനെയൊക്കെ പിടിച്ചുപറിച്ചുണ്ടാക്കുന്ന സമ്പത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഒന്ന് മനസ്സിലാക്കി. അള്ളാഹു മഴ പെയ്യിപ്പിച്ച് ചെടികൾ മുളപ്പിക്കുന്ന പോലെ സമയമാകുമ്പോൾ അള്ളാഹു എടുത്തു കൊണ്ടുപോകും. നബിയെ, അതുകൊണ്ട് ഈ പൈസയ്ക്ക് വേണ്ടി അള്ളാഹുവിനോടുള്ള ബാധ്യത നിർവഹിക്കാതെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയല്ലേ എന്ന് സമ്പത്ത് കൊണ്ട് ഫിത്ന വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കണമേ എന്ന് പറയാനാ ഈ സൂറയുടെ ഏകദേശം മധ്യഭാഗമാകുമ്പോൾ 45-ാമത്തെ ആയത്തിൽ മഅരിഫത്തു ഹഖീഖത്തി ദുനിയ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇനി 2 കാര്യങ്ങളൂടെ ബാക്കിയുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞ സമയമായി 41 മിനിറ്റ് ഏറെയുമായി അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇൻഷാ അള്ളാഹ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഓക്കെ ഇൻഷാ അള്ളാഹ്. ദുൽഹിജ്ജ മാസം വരെയാണ്. വളരെ പുണ്യമായ ഹജ്ജിന്റെ സമയം വരികയാണ്. സുന്നത്ത് നോമ്പെടുക്കാൻ പുണ്യമുള്ള വളരെ ശ്രേഷ്ഠമായൊരു മാസം. പരിശുദ്ധമായ അറഫയുടെ നോമ്പ് വരുന്നുണ്ട്. വിശുദ്ധമായ അറഫ ദിവസം ഒക്കെ വരുന്ന വളരെ നല്ലൊരു സമയമാണ്. അല്ലാഹു തആല നമുക്ക് ഒരുപാട് നന്മ ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. ഉളുഹിയ്യത്തിന് താല്പര്യമുള്ള ആളുകളൊക്കെ ആ വിഷയത്തിൽ എന്ത് ചെയ്യാൻ തീരുമാനമെടുക്കാൻ പറ്റുന്ന ആളുകൾ, 1 2 കൂറായിട്ടൊക്കെ, ഒരു കന്ന് 7 ആൾ വരെ കൂറായിട്ട് നമുക്ക് അറക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. കൂട്ടത്തിൽ നമ്മുടെ കേരളത്തിന് പുറത്ത് എൻ്റെ സുഹൃത്തുക്കളായ ഹുദവികൾ ഒരുപാട്, ഇപ്പൊ നമുക്കൊരു 200-ലേറെ മദ്രസകൾ കേരളത്തിന്റെ പുറത്ത്, ആസാമിലും ബംഗാളിലും ആന്ധ്രയിലൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ, മദ്രസ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടങ്ങളിലൊക്കെ ഉള്ള പാവപ്പെട്ടവർക്ക്, പ്രത്യേകിച്ച് വെസ്റ്റ് ബംഗാളില്, അവിടൊക്കെ നമ്മൾ ഉദ്ഹിയ്യത്ത് ചെയ്യുന്നുണ്ട്. അതിന്റെ എത്ര സംഖ്യ കഴിഞ്ഞ വർഷം വന്നത് എത്ര ഓർമ്മയുണ്ടോ? വളരെ ചെറിയ പൈസ വന്നുള്ളൂ, അല്ലേ? പറഞ്ഞിട്ടില്ല. റഫീഖുദ്ദീൻ തങ്ങളോടല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡെസ്കിൽ ആ വിഷയം അറിയിക്കുക. അപ്പൊ അതിന് എത്രയാണ് വരുന്നത് നിങ്ങളെ വിളിച്ചറിയിക്കും. അത് ഇൻഷാ അല്ലാഹ്. നമ്മളങ്ങനെ കുറച്ച് പർദ്ദയും കാര്യങ്ങളൊക്കെ മുമ്പ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പെരുന്നാളിന്റെ സമയത്ത്. പിന്നെ ഉളുഹിയ്യത്ത് നമുക്ക് അവിടെ അറക്കാൻ സൗകര്യമുണ്ട്. ഇവിടെ ഇറച്ചി നിന്നിട്ട് കൊളസ്ട്രോൾ വന്നിട്ട് മനുഷ്യന്മാർക്ക് വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയാണ്.
അപ്പൊ എന്ത് ചെയ്യാം, വളരെ പാവപ്പെട്ട ആളുകളുള്ള ഒരു പ്രദേശമാണ്. നിങ്ങൾക്കറിയാം, ദാറുൽ മറ്റു പ്രൊജക്ടുകൾ കേട്ടതാണ്. അപ്പോൾ ആ വിഷയത്തിൽ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഡെസ്കിൽ അറിയിക്കുക. ഓക്കെ. നമ്മുടെ ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾ, അവർക്ക് ചെറിയ പ്രയാസം, മഞ്ഞപ്പിത്തവും പനിയും ഛർദിയും ഒക്കെ വന്ന് വളരെ പ്രയാസത്തിലാണ്. അല്ലാഹു തആല ആ മക്കൾക്ക് വളരെ പെട്ടെന്ന് ശിഫ നൽകട്ടെ. ആമീൻ. അല്ലാഹുവിന് ശിഫ നൽകണമേ തമ്പുരാനെ. നമ്മുടെ ഇസാ ടിവിയുടെ അതിന്റെ സൈറ്റ് അഡ്രസ് എങ്ങനെയാണ് എന്ന് എഴുതി. പിന്നെ അബുദാബി ഇസ്ലാമിക് സെന്റർ വർഷങ്ങളായി റിലീഫ് കമ്മിറ്റിയുടെ കീഴിൽ ഒരുപാട് പാവപ്പെട്ട അവശരായ ക്യാൻസർ, കിഡ്നി, മാറാരോഗങ്ങളൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് സഹായിച്ചു പോരുന്നുണ്ട്. ദിനം പ്രതി ധാരാളം അപേക്ഷകൾ നമ്മുടെ സെന്ററിൽ വരുന്നുണ്ട്. സെന്ററിന് വർദ്ധിച്ച സാമ്പത്തിക ബാധ്യത വരുന്ന കാര്യമാണിത്. പൊതുപിരിവ് നടത്തുന്നത് നിയമപരമായി തടസ്സമുള്ളതുകൊണ്ട് ഓരോ രോഗിക്കും സെന്റർ നൽകി വരുന്ന മിനിമം 300 ദിർഹം വീതമോ കഴിയുന്ന സംഖ്യയോ സെന്ററിന്റെ ഓഫീസിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ വലിയ കൂലിയുള്ള കാര്യമായിരിക്കും ഇൻഷാ അല്ലാഹ്. ആ വിഷയം സെന്ററിൽ നമ്മുടെ മതിപ്പിക്കുക ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, അവരെ നിങ്ങൾക്ക് ഏൽപ്പിക്കാൻ പറ്റും. അല്ലാഹു തആല കാര്യങ്ങൾ വിജയിപ്പിക്കുമാറാവട്ടെ. പിന്നെ നമ്മുടെ ഷംസുദ്ദീൻ ഫൈസി, നമ്മുടെ പാലക്കാട് ജില്ലാ SKSF-ന്റെ പ്രസിഡന്റോ സെക്രട്ടറി അല്ല, പ്രസിഡന്റാണ്. ബഹുമാനപ്പെട്ടവരുടെ ഉപ്പ ഇന്ന് കാലത്ത് മരണപ്പെട്ടിട്ടുണ്ട്. കൊപ്പത്താണ് അവർ. അല്ലാഹു തആല ഉപ്പാക്ക് മഗ്ഫിറത്തും മർഹമത്തും ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ആഖിറം വിളിച്ചാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രത്യേകിച്ച് ദുആ ഇറക്കാൻ വേണ്ടി പറഞ്ഞ ഒരുപാട് ആളുകൾ ജോലി സംബന്ധമായി ജോലി നീട്ടി കിട്ടാതെയും മറ്റും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ട് ദുആ ഇറക്കാൻ വേണ്ടി പറഞ്ഞവരൊക്കെ ഉണ്ട്. അല്ലാഹു തആല അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ അറിയുന്നവനാണ്. അല്ലാഹു തആല എന്താണോ ഖൈറ്, നമുക്കൊക്കെ കച്ചവടവും ജോലിയിലൊക്കെ എന്താണോ ഖൈറ്, ദുനിയാവിൽ എന്തൊക്കെ നമുക്ക് ഖൈറുണ്ടോ, ഖൈർ അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യണം എന്നങ്ങനെ ഒരു അപേക്ഷയുണ്ട് ഇൻഷാ അല്ലാഹ്. ഇന്നലെ അല്ലയിൽ മരണപ്പെട്ട സഹോദരൻ മൻസൂർ, അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് ചെയ്യട്ടെ. ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു തആല കാര്യങ്ങൾ ഉപ്പാക്കി കൊടുക്കട്ടെ. നമ്മുടെ സഹോദരിമാരിൽ ഗർഭിണികളായ സഹോദരിമാർക്ക് അല്ലാഹു സുഖപ്രസവം നൽകട്ടെ. നാട്ടിൽ ക്യാൻസൽ ചെയ്തു പോകുന്ന ആളുകളുണ്ട്, അവരുടെ യാത്രക്ക് അല്ലാഹു ഖൈറിലാക്കി കൊടുക്കട്ടെ. പെൺമക്കളുടെ വിവാഹം പെട്ടെന്ന് ശരിയാവാൻ യോജിച്ച പുതിയാപ്പിളെ കിട്ടാനും, ഈ പുതിയാപ്പിള കിട്ടല് മാത്രമല്ല, കിട്ടിയ പുതിയാപ്പിള നല്ല സ്വഭാവമുള്ളവനാവലും വലിയ വിഷയമാണ്. കല്യാണം കഴിഞ്ഞ് പോയിട്ട് പിന്നെ ഫിത്നയും ഫസാദുമായിട്ട് ഒരു സമാധാനം കൊടുക്കാത്ത പുതിയാപ്പിളാരുണ്ട്. അപ്പൊ അല്ലാഹു തആല നല്ല സൽബുദ്ധി എല്ലാവർക്കും, രണ്ട് കുടുംബങ്ങൾക്കും അല്ലാഹു നൽകട്ടെ. കല്യാണം കഴിഞ്ഞവരുടെ മനസ്സുകൾ തമ്മിൽ അല്ലാഹു സ്നേഹത്തിലാക്കട്ടെ. ആക്സിഡന്റിൽപ്പെട്ട് കാലിന് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇവിടെ ആശുപത്രിയിൽ കഴിയുന്ന ഒരു സഹോദരൻ അല്ലാഹുവിന് ശിഫ കൊടുക്കണേ തമ്പുരാനെ. മക്കൾക്ക് ഖൈറായൊരു കല്യാണം ശരിയായി കിട്ടാൻ അല്ലാഹുവെ ഖൈറായതവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും വേണ്ടിയും അല്ലാഹു ഞങ്ങളുടെ കടങ്ങളൊക്കെ വിടാനുള്ള വഴി നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ റഹ്മാനെ. കുടുംബത്തിന്റെ ഐക്യത്തിന് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു അല്ലാഹു. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലൊക്കെയുള്ള ഏതെല്ലാം ശൈഥില്യങ്ങളുണ്ടോ, വിടവുകളുണ്ടോ, അതൊക്കെ നികത്തി സ്നേഹം, കരുണയും പരസ്പര ബന്ധവും ഊട്ടിയുറപ്പിക്കണേ തമ്പുരാനെ. ബാത്റൂമിൽ വീട് എല്ല് പൊട്ടി തിങ്കളാഴ്ച ഓപ്പറേഷനിലാണെന്ന് പറഞ്ഞു ഒരാൾ, അല്ലാഹുവിനെ അദ്ദേഹത്തിന് ശിഫ കൊടുക്കണേ തമ്പുരാനെ. ഉപ്പാക്ക് ക്യാൻസറിന്റെ ലക്ഷണം ഉണ്ട് എന്ന് ടെസ്റ്റ് ചെയ്ത് പറഞ്ഞു, അല്ലാഹുവിനെ പെട്ടെന്ന് ശിഫ കൊടുക്കണേ അല്ലാഹ്. മാതാപിതാക്കളുടെ അസുഖം ശിഫയാവാൻ വേണ്ടി ഒരുപാട് ആളുകൾ വരക്കാൻ വേണ്ടി പറഞ്ഞവർക്കൊക്കെ ശിഫ കൊടുക്കണേ തമ്പുരാനെ. വ്യാഴാഴ്ച നാട്ടിൽ പോകുന്ന ഒരാളുടെ മകന്റെയും മകളുടെയും വിവാഹം ശരിയാവാൻ, ഇരു വീട്ടിലും വിജയിക്കാൻ അല്ലാഹു അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ സഫലമാക്കി കൊടുക്കണേ റഹ്മാനെ. ICUവിൽ കഴിയുന്നവർക്ക് വേണ്ടി അല്ലാഹു നീ പരിപൂർണ്ണ ശിഫ നൽകണമേ റബ്ബേ. വീട് പണി പെട്ടെന്ന് തീർന്നു കിട്ടാൻ വേണ്ടി അല്ലാഹു അത് ഖൈറിലായി നീ പൂർത്തിയാക്കി കൊടുക്കണേ റഹ്മാനെ. സിറ്റിൽസിൽ വന്ന് ജോലി അന്വേഷിക്കുന്നവർക്ക് വേണ്ടി അല്ലാഹു അവർക്ക് ഖൈറായ ജോലി എത്രയും പെട്ടെന്ന് നിനക്ക് പൊരുത്തുള്ള ഹലാലായ വഴി എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. RCCയിൽ ചികിത്സയിൽ കഴിയുന്ന എല്ലാ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന് ശിഫ കൊടുക്കണേ തമ്പുരാനെ. അല്ലാത്ത അവസ്ഥയാണ് മുഅ്മിനീങ്ങൾ. രാത്രിയൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിനുകളിൽ, നാട്ടിൽ നിന്ന് ഷൊർണൂരിന്നോ കാസർഗോഡ് മംഗലാപുരത്തുനിന്നോ നിലമ്പൂരിനടക്കം പോകുന്നുണ്ട് ട്രെയിനുകൾ. അതിലൊക്കെ റിസർവേഷനിൽ കിടക്കുന്നത് മുഴുവൻ ക്യാൻസർ രോഗികളാണ്. സ്ലീപ്പർ ക്ലാസ് മുഴുവൻ ബുക്ക് ചെയ്തിരിക്കുന്നത് RCCയിലേക്ക് പോകുന്ന ക്യാൻസർ രോഗികളാണ്. വല്ലാത്തൊരവസ്ഥയാണ് നാട്ടിലൊക്കെ. രാത്രി ട്രെയിനുകൾ മുഴുവൻ രോഗികളെയും കൊണ്ട് പോവാണ്. എത്രയാണ് അങ്ങോട്ട് എത്തുന്നത്. അല്ലാഹു തആല ശിഫ കൊടുക്കട്ടെ. അതുകൊണ്ടൊക്കെ ദുആരക്കാൻ പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കയറിയിറങ്ങാം, നല്ലതാണ്. രോഗികൾക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റുമെങ്കിൽ ചികിത്സ. നമുക്ക് എന്ത് പ്രയാസമുണ്ടോ അതൊക്കെ മറക്കും നമ്മൾ. ഇത്രയല്ല റബ്ബേ എനിക്കുള്ളൂ, ഇത്രയല്ല പടച്ചോനെ എന്റെ കുടുംബത്തിനുള്ളൂ, അത്രയൊന്നും ആയില്ലല്ലോ എന്നൊരു തിരിച്ചറിവ് അല്ലാഹു തന്ന നിഅമത്ത് അറിയാൻ ആവശ്യമാണ്. അല്ലാഹു ആ രോഗികൾക്ക് ശിഫ കൊടുക്കട്ടെ. അവരെ ചികിത്സിക്കാൻ കൊണ്ടുപോകുന്നവർക്ക് അല്ലാഹു ഒരുപാട് കൂലി കൊടുക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എടയൂർ പഞ്ചായത്തിൽ IUML വാട്സപ്പ് ഗ്രൂപ്പ്
നിർമ്മിക്കുന്ന ബൈത്തുർ റഹ്മയുടെ പണി പെട്ടെന്ന് പൂർത്തിയാവാൻ അള്ളാഹു അതിൽ സഹായിക്കുന്നവർക്കൊക്കെ രണ്ട് ലോകത്തെയും ഖൈർ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്ഥലങ്ങൾ ബൈത്തുർ റഹ്മയും വില്ലേജുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു ഖൈറിലാക്കി കൊടുക്കട്ടെ. കുട്ടികളില്ലാത്തവർക്ക് വേണ്ടി അള്ളാഹു അവർക്ക് കൺകുളമുള്ള മക്കൾ നീ കൊടുക്കണേ തമ്പുരാനെ. നാട്ടിൽ പോകാൻ ലീവ് ഉദ്ദേശിക്കുന്നവരുണ്ട്. അള്ളാഹു ഇതൊക്കെ നീ ഖൈറാക്കി കൊടുക്കണേ റഹ്മാനെ. നമ്മള് KICR നമ്മുടെ ശ്രോതാക്കൾ ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ എല്ലാ ദുആയിലും അവരുണ്ട്. എന്നാലും അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് പറയുകൂടിയാണ്. എന്തൊക്കെ ഉദ്ദേശങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ അള്ളാഹു അവർക്ക് കാര്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കട്ടെ. കാഞ്ഞങ്ങാട് ഭാഗത്ത് ഖുർആൻ ക്ലാസ് എടുക്കുന്ന ഉസ്താദിന്റെ മകൻ 17 വയസ്സായ മുഅല്ലിം മരണപ്പെട്ടു. മനസ്സിലായി, അറിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ മോന് ഹാർട്ട് സംബന്ധമായ 17 വയസ്സായിട്ടുണ്ട്. മംഗലാപുരത്ത് ഇന്നലെ മിനിഞ്ഞാന്നോ ഓപ്പറേഷൻ നടന്നു. പക്ഷെ ഓപ്പറേഷനിടെ കുട്ടി മരിക്കുകയാണുണ്ടായത്. അള്ളാഹു ആ കുട്ടിക്ക് 17 വയസ്സായി എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന് പുറത്തു കൊടുക്കണേ തമ്പുരാനെ. കാഞ്ഞങ്ങാട് ഭാഗത്ത് ജോലി ചെയ്തിരുന്ന ഒരു ഉസ്താദിന്റെ മോനും കൂടിയാണ്. അള്ളാഹു ആ വാപ്പാക്കു, ഞാൻ അവരോട് ഇന്നലെ നാട്ടിൽ നിന്ന് നേരിട്ട് സംസാരിച്ചിരുന്നു. ആ ഉപ്പയോട് സംസാരിച്ചിരുന്നു. അള്ളാഹു അവർക്ക് അവർ പറഞ്ഞു കുട്ടിന്റെ ഉമ്മാക്ക് വലിയ വിഷമമുണ്ട്, അവർക്ക് മനസ്സമാധാനത്തിന് വേണ്ടി ഓർക്കണമെന്ന് പറഞ്ഞു. 17 വയസ്സായ വലിയ പ്രായമൊക്കെ ചെറുപ്പത്തിലേ ഉണ്ട്, ചെറിയ ഹാർട്ടിന്റെ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഓപ്പറേഷൻ വേണം വേണ്ട എന്നൊക്കെ പറഞ്ഞു. അവസാനം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ഓപ്പറേഷൻ അടിയന്തരാണെന്ന് പറഞ്ഞു. പക്ഷെ അത് എന്താ അള്ളാഹുവിന്റെ ഖലാ, ആ കുട്ടി മരിക്കാനാണ്. അള്ളാഹു ഏതായിരുന്നാലും ആ കുട്ടിയുടെ ഖബർ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ആ കുട്ടിയുടെ ഉമ്മാക്കും വാപ്പാക്കും കുടുംബത്തിനും അവരുടെ ജ്യേഷ്ഠാഞ്ചന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അള്ളാഹു മനസ്സിന് നല്ല റാഹത്ത് കൊടുക്കട്ടെ. ആ ഒരു വിഷമം അള്ളാഹു താല പരിഹരിച്ചു കൊടുക്കട്ടെ. നമ്മുടെ സുഹൃത്തുണ്ട്, നമ്മുടെ സത്താറങ്ങൾക്ക് അറിയായിരിക്കും, ഒന്നും അവരുടെ മോൻ മരിച്ചിരുന്നു. അപ്പോഴും അവരുടെ മൂത്ത ചെറിയ കുഞ്ഞു മക്കളുണ്ട്. അവർക്ക് ഈ മരിച്ച കുഞ്ഞിനെ ഓർമ്മ വരികയാണ്. കുഞ്ഞിന്റെ ഡ്രസ്സും കുഞ്ഞിന്റെ ചെരുപ്പൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വിഷപ്രയാസത്തിലാണ്. അപ്പൊ ആ കുട്ടികളുടെ മനസ്സിന് ഒരാശ്വാസത്തിനും ഒക്കെ ദ്വാരം കൊടുക്കുക. അല്ലാഹു സലാമത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ നമ്മുടെ ഒരു isatv.in നമ്മുടെ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളും റഹ്മത്തുള്ളാഹി ഖാസിമി ഉസ്താദൊക്കെ വന്നിട്ട് ഒരു പ്രോഗ്രാം ഇവിടെ വ്യാഴാഴ്ച നടന്നിരുന്നു. എനിക്ക് കൂടാൻ പറ്റിയില്ല, ഞാൻ ദുബൈയിലെ പ്രോഗ്രാമിലായിരുന്നു. അപ്പൊ അതിന്റെ ലോഞ്ചിങ് ഇവിടെ നടന്നിട്ടുണ്ട്. isatv.in isatv.in വെബ്സൈറ്റ് ഉണ്ട്. ആ സൈറ്റിലൂടെ പ്രോഗ്രാമുകളും നാട്ടിലെ ഉസ്താദുമാരുടെയൊക്കെ പ്രഭാഷണങ്ങളൊക്കെ അതിന്റെ യൂട്യൂബ് ചാനലുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സെന്ററിന് പ്രയാസമൊന്നും ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച മുതലൊക്കെ എന്ത് ചെയ്യും, അതിന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് ലൈവായിട്ട് ക്ലാസ്സുകൾ isatv.in ലൈവ് ടെലികാസ്റ്റിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വിഷയമൊക്കെ ഖൈറാവാൻ വേണ്ടി ദുആ ചെയ്യാം. അല്ലാഹു ഇതിന്റെ പ്രവർത്തകർക്കൊക്കെ എല്ലാ ഖൈറും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അർഹമർ റഹീമായ റബ്ബേ, നിങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ദീനിലുള്ള ഫിത്ന ഞങ്ങൾക്ക് വരാതെ കാക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് റബ്ബേ നല്ലവരായ ആളുകളുടെ കൂട്ടുകെട്ടും സുഹ്ബത്തും പരിചയവും സുഹൃബന്ധവും നൽകണമേ റഹ്മാനെ. സമ്പത്ത് കൊണ്ടുള്ള ഫിത്ന ഞങ്ങൾക്ക് വരാതെ കാക്കണേ തമ്പുരാനെ. നിന്നെ മറപ്പിക്കുന്ന ഒരു സമ്പത്തും തരല്ലേ തമ്പുരാനെ. അല്ലാഹു, ഈ ദുനിയാവിന്റെ ഹഖീഖത്ത് എത്രയാണെന്ന ബോധം നീ കാണിച്ചു തരണേ തമ്പുരാനെ. اللهم صغير الدنيا في قلوبنا وفي أعيننا. റബ്ബേ, ദുനിയാവും ഇവിടുത്തെ പൈസയും അലങ്കാരങ്ങളും ഒക്കെ ചെറുതാണെന്ന് ഞങ്ങളുടെ കണ്ണിലും മനസ്സിലും നീ കാണിച്ചു തരണം തമ്പുരാനെ. അല്ലാഹു, ഞങ്ങളുടെ ആഖിറത്തിനുള്ള പ്രവർത്തനങ്ങൾക്ക് തടസ്സമാവാതെ, ഞങ്ങളുടെ ജോലിയും കച്ചവടമൊന്നും തടസ്സമാവാതെ നീ കാക്കണമേ റഹ്മാനെ. റഹ്മാൻ റഹീം റബ്ബി, ഇൽമിന്റെ ഫിത്നയും